പ്രാവശ്യം ഒരു കഴിയുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എഴുതി തന്ന ആ വലിയ കൃപ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിനെല്ലാ വിശ്വസ്തകൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ സിസ്റ്ററിനോട് 2 ദിവസം മുൻപാണ് മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. ഹല്ലേലൂയ പറഞ്ഞ സമയം മുതൽ ഹല്ലേലൂയ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ചതായ ഒരു ദൈവത്തിന്റെ ആലോചന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇന്ന് രാവിലെ ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് എന്റെ ഹൃദയത്തിനകത്തേക്ക് തന്ന ഒരു വചനം വായിച്ചിട്ട്, അതല്ല ഇന്നത്തെ ചിന്താവിഷയമെങ്കിലും ആ വചനം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാനായിട്ട് കർത്താവ് തന്ന വചനമായതുകൊണ്ട് ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ആഴ്ചവിടുന്നതിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. രാവിലെ പരിശുദ്ധാത്മാവോട് പറഞ്ഞതാണ് ഈ കൂടിയിരിക്കുന്ന ജനത്തിനോട്. ഹല്ലേലൂയ. ആരെല്ലാം വരുന്നെന്ന് എനിക്കറിയില്ല. അമ്മേനെ ഏതെല്ലാം മനസ്സിന്റെ ഹല്ലേലൂയ നിലവാരങ്ങളുമായിട്ടാണ് ദൈവത്തിലായിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തുദ്ദേശത്തോടെയാണ് ഈ 21 ദിവസം പ്രിയ സിസ്റ്റർ ഹല്ലേലൂയ മീറ്റിംഗ് അതെ പേഴ്സണലായിട്ടും അതേപോലെ തന്നെ സഭയായി ഒരുമിച്ചൊക്കെ ഉപസിക്കുന്നതിന്റെ കാരണങ്ങളൊന്നും അറിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഉദ്ദേശമില്ല ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് അറിയുന്നു. അപ്പോൾ തന്നെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും ദൈവത്തിലെ ശബ്ദങ്ങളെ കേൾക്കുന്നതിനും ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഹല്ലേലൂയ പറയുന്ന ഒരു ശബ്ദമാണ്, ഒരു വാക്കാണ്. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. പക്ഷെ അതിലെല്ലാത്തിലും ഉപരിയായി കർത്താവേ എന്നോടൊരു വാക്ക് സംസാരിക്കണമേ, എന്നോടൊന്ന് ഇടപെടണമേ. ആമേൻ. എന്നോട് ഹല്ലേലൂയ ഒന്ന് സംസാരിക്കണമേ കർത്താവേ. ഞാൻ കേൾക്കുന്നുണ്ട്, വചനം എന്നോട് സംസാരിക്കുന്നതാണ്. ഓരോ മെസ്സേജുകൾ എന്നോട് സംസാരിക്കുന്ന വചനങ്ങൾ തന്നെയാണ്. എങ്കിലും അതിനൊക്കെ വ്യത്യസ്തമായ കർത്താവ് എന്നോടൊന്ന് ഡയറക്റ്റ് ഒരു വാക്ക് സംസാരിക്കണം എന്നുള്ള വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഇന്ന് പകൽക്കാലം എന്നോട് ദൈവം സംസാരിച്ച ആ വചനമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പ്രാരംഭത്തിൽ ഷെയർ ചെയ്യുന്നത്. ആമേൻ. നിങ്ങൾക്ക് സമാധാനം. ആമേൻ. ഹല്ലേലൂയ. എന്തിനെയൊക്കെയോ ഭയപ്പെട്ട് ഹല്ലേലൂയ. കാരണം ഭയപ്പെട്ട ഒരു വാതിൽ അടച്ചിരിക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ യേശു കർത്താവ് ഹല്ലേലൂയ അവരുടെ നടുവിൽ വന്ന് നിന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളെ നോക്കി ഭയപ്പെടുവാൻ കാരണമുണ്ട്. ആമേൻ. ഭയപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലത്തെ പോലുള്ള ഒരു അനുഭവമല്ല ഇന്ന് നാം അഭിമുഖീകരിക്കുന്നത്. അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നാം കടന്നുപോയ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം യേശു കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ആഹാരമായി, ആമേൻ, അവർക്ക് വസ്ത്രമായി, അവരുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യമായി, അവർക്ക് പൈസയായി, അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടായിരുന്നു അന്നേരമെല്ലാം യേശു അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവര് ചിന്തിച്ചെന്ന് വ്യത്യസ്തമായി യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു അന്ന് രാവിലെ ഉയർത്തെഴുന്നേറ്റു. എങ്കിലും ഹല്ലേലൂയ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ വെളിപ്പാട്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ മഹത്വം, ഉയർത്തെഴുന്നേറ്റ യേശുവിനും ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയും എന്നുള്ളതായ ആ ഒരു വലിയ സത്യത്തെ അവരങ്ങ് മറന്നുപോയിട്ട് ഹല്ലേലൂയ ദൈവം നമ്മളോട് പറഞ്ഞതാണ് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. ആമേൻ. ദൈവം നമ്മോട് പറഞ്ഞതാണ് ഞാൻ ലോകം അവസാനം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന്. ദൈവം നമ്മോട് പറഞ്ഞതാണ് ഹല്ലേലൂയ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്ന്. ദൈവം നമ്മോട് പറഞ്ഞു ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ എന്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു. അനേകം ദൈവത്തിന്റെ ദൂതുകൾ അവൻ ഉള്ളപ്പോൾ തന്നെ മാത്രമല്ല കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ ഹല്ലേലൂയ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഒരു കോൺട്രാക്ട് ആയിരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ഇതൊരു കോൺട്രാക്ടിന്റെ ലൈഫ് അല്ല, ഇതൊരു കവനന്റിന്റെ ആമേൻ ഇതൊരു ഹല്ലേലൂയ കരാറിന്റെ ജീവിതമല്ല, ഇതൊരു ഉടമ്പടിയുടെ ജീവിതമാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം ഒരിക്കലും കരാറുകളുടെ ജീവിതമല്ല. ആമേൻ. കരാറാണെങ്കിൽ മാറുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊരു കവനന്റ്, ഇതൊരു ഉടമ്പടിയാ. ഹല്ലേലൂയ. ഞാൻ മാറാത്തിടത്തോളം കാലം എന്റെ ദൈവത്തിന് മാറുവാൻ കഴിയത്തില്ല, ദൈവം മാറത്തില്ല. ആമേൻ. റിബനഘടക ശബ്ദം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവ് നമ്മെ മറക്കാത്തവനായി നമ്മുടെ കരം പിടിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ കവനന്റിനകത്ത് ഹല്ലേലൂയ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ഉള്ളത് കൊണ്ട് ആമേൻ എന്റെ കർത്താവിന് നമ്മളെ കൈവിട്ട് പോകുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. കർത്താവിന് നമ്മെ ഉപേക്ഷിച്ച് പോകുവാൻ കഴിയുകയില്ല. ആമേൻ. ഈ പ്രത്യേക സാഹചര്യം ശിഷ്യന്മാർ വളരെ വല്ലാത്ത ഭീതിയിലായിരിക്കുക. എന്തും സംഭവിക്കാം, മുൻപിൽ എന്തും സംഭവിക്കാം. ഹല്ലേലൂയ. മുൻപിൽ ഏത് കാര്യവും ഏത് നിമിഷം ഉണ്ടാകാം. ഒരുപക്ഷെ ജീവൻ പോലും അപകടത്തിൽ പെട്ടുപോകാം.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മരണത്തെ പോലും ഭയപ്പെടുന്ന ജീവിതത്തിന്റെ മുൻപോട്ടുള്ള ഗമനങ്ങളെ മാത്രമല്ല ജീവിച്ചിരിക്കുമോ എന്ന് പോലും ഭയപ്പെടുന്ന തരത്തിൽ ഭയത്തോടെ ആയിരിക്കുന്ന ദൈവജനത്തോട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. അത് വേറെ ദൂരെ നിന്നല്ല ഹല്ലേലൂയ പറയുന്നത്, ഫോണിൽ കൂടെ വിളിച്ചല്ല പറയുന്നത്. ഹല്ലേലൂയ നിങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ അടയ്ക്കപ്പെട്ട് പുറത്തിറങ്ങുവാൻ കഴിയാതെ, പുറത്താരുമായിട്ട് ഹല്ലേലൂയ കാണുവാൻ കഴിയാതെ ഭയപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തിന് അകത്ത് ദൈവം ഇറങ്ങി വരിക. ഹല്ലേലൂയ നിങ്ങൾ ആ ഭാരപ്പെടുന്ന വിഷയത്തിന് അകത്തേക്ക് സ്വർഗം ഇറങ്ങി വന്നിട്ട് സ്വർഗം പറയുന്നു നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ റാംശമനഘടക ഹംദന സമാധാനത്തിന്റെ ദൈവം. ഹല്ലേലൂയ സമാധാനത്തിന്റെ ദായകൻ. ഹല്ലേലൂയ സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ കർത്താവ് അത് ലോകം തരുന്നതുപോലെ ഒരു സമാധാനമല്ല. ആർക്കും ലോകത്തിന് എടുക്കുവാൻ കഴിയാത്തൊരു സമാധാനം, ലോകത്തിന് നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്തൊരു സമാധാനം, ലോകത്തിന് മോഷ്ടിക്കുവാൻ കഴിയാത്തൊരു സമാധാനം, ജീവിതത്തിന്റെ ഒരു സാഹചര്യങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മാറ്റുവാൻ കഴിയാത്ത ഒരു ദൈവിക സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൂരെ ഏറ്റെടുത്ത് വളരെ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ ഭയങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ എന്തിനെല്ലാമാ നാം ഭയപ്പെടുന്നത്, ആരെല്ലാമാ നാം ഭയപ്പെടുന്നത്, ഏത് സാഹചര്യങ്ങളെ നാം ഭയപ്പെടുന്നത്. ഹല്ലേലൂയ ആ ഭയങ്ങളെല്ലാം മാറ്റിയിട്ട് ഹല്ലേലൂയ യഹൂദന്മാരെ പേടിച്ച് ഹല്ലേലൂയ റൂമിനകത്ത് കയറി ഒളിച്ചിരുന്നവരുടെ നടുവിൽ ഇറങ്ങി വന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേരെ ഒന്ന് കാണുവാൻ കഴിയും. ഹല്ലേലൂയ ഇത് കേവലം ഒരു പ്രസംഗമല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ ഇത് ദൈവത്തിന്റെ വചനം, ഇത് നമ്മൾ അനുഭവിക്കുന്നതാ. ഹല്ലേലൂയ നാം അത് കർത്താവിന്റെ വചനം അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന പോലെ ഞാൻ കണ്ടത്, ഞാൻ കേട്ടത്, ഞാൻ തൊട്ടത്, ഞാൻ രുചിച്ചത്. ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ ഹല്ലേലൂയ ചാതുര്യം കൊണ്ട് ഹല്ലേലൂയ ഭാഷകളുടെ ഹല്ലേലൂയ അതേ വിസ്ഫോടനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യമല്ല. അതിനൊക്കെ വേറെ ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവനിൽ അകത്തേക്ക്, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അകത്തേക്ക്, ഏത് അടയ്ക്കപ്പെട്ട സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷൻ അകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എന്തിന്മേൽ ഭാരപ്പെടുന്നു അതിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു സമാധാനം. ഹല്ലേലൂയ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരും ഭയപ്പെട്ട് ഇനി യെരൂശലേമിൽ നിന്നാൽ തങ്ങളുടെ ജീവന് പോലും അപകടമാണ്, തന്റെ ഭാവിക്ക് അത് അപകടമാണ്, തന്റെ മുൻപോലുള്ള ജീവിതത്തിന് അത് അപകടമാണ്, ഇനി ഒരു ഭാവിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ തന്റെ സ്വന്തം ഗ്രാമമായ എമ്മോസിലേക്ക് ഇറങ്ങിപ്പോയത്. ഹല്ലേലൂയ ലോകത്തിലെ വേറൊരു മനുഷ്യനാണെങ്കിലും പറയും, ഹല്ലേലൂയ ഒരു നേതാവാണെങ്കിൽ പറയും എന്റെ കാലം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്ടുകൊള്ളുവാൻ. എന്നാൽ എന്റെ യേശു കർത്താവ് ഹല്ലേലൂയ ഇന്നലകളിലും ഇന്നുകളും നാളുകളും എന്നേക്കും അനന്യനായതുകൊണ്ട് പാപത്തിനോ മരണത്തിനോ ഹല്ലേലൂയ അതേ കല്ലറയ്ക്കോ അവനെ പിടിച്ചൊതുക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവന്റെ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഹല്ലേലൂയ അവന്റെ പ്രവൃത്തി എന്നുള്ളത് തെളിയിച്ചു കാണിക്കേണ്ടതിന് ഹല്ലേലൂയ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറഞ്ഞു അത് കൊണ്ടുപോയിട്ട് അവരെ വിളിച്ചില്ല തിരിഞ്ഞു പോകാൻ. പക്ഷേ അവരുടെ ആത്മാവിന്റെ ഹല്ലേലൂയ കത്തല് കൊടുത്തിട്ട് ഇന്ന് പകൽക്കാലത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്മാറി മടങ്ങിപ്പോകുന്ന ചില ദൈവജനത്തെ മടക്കി നിങ്ങളെ ദൈവിക നിയോഗത്തിലേക്ക് കൊണ്ടുവരണം. പിന്മാറി മടങ്ങിപ്പോകുന്ന ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി ഈ രാജ്യത്ത് നിന്നിട്ട് കാര്യമില്ല, ഇനി ഈ ദേശത്ത് നിന്നിട്ട് കാര്യമില്ല, ഇനി ഈ വിഷയത്തിൽ മുൻപോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്ന ചിലരെ ദൈവിക നിയോഗത്തിലേക്ക് മടക്കിക്കൊണ്ട് വരുന്നതാകട്ടെ ഇന്നത്തെ മീറ്റിംഗ്. ഹല്ലേലൂയ എവിടെ നിന്നാണ് നീ ഭയപ്പെട്ട് ഒളിച്ചു ഓടുന്നത് അവിടേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ ഏത് സാഹചര്യ നിമിത്തമാണ് നീ ഭയപ്പെട്ടു പോകുന്നത് അവിടേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തലമുറയെ നോക്കിയാണോ നീ ഭാരപ്പെടുന്നത്, ഭയപ്പെടുന്നത്? നിന്റെ കരിയറിനെ നോക്കിയാണോ ഭാരപ്പെടുന്നത്, ഭയപ്പെടുന്നത്? നിന്റെ ജീവിതത്തെ നോക്കിയാണോ ഭയപ്പെടുന്നത്, ഭാരപ്പെടുന്നത്? നിന്റെ ശുശ്രൂഷയെ നോക്കിയാണോ ഭാരപ്പെടുന്നത്, ഭയപ്പെടുന്നത്? നീ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കാതെ വേണം നിന്നെ ദൈവിക നിയോഗത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെങ്കിൽ, നീ മടങ്ങി വരുമെങ്കിൽ ഒരു ഹല്ലേലൂയ പെന്തക്കോസ്ത് നാൾ, ഒരു മർക്കോസിന്റെ മാളികമുറിയിൽ പകർന്നതായ അഭിഷേകത്തിന് ഒരു രണ്ടാം ഹല്ലേലൂയ ഉണർവിലേക്ക്
പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിറവിലേക്ക് സ്വർഗത്തിന് നിങ്ങളെ മടക്കി കൊണ്ടുവരുവാനുണ്ട്. ആമേൻ. റീബാന ഹൃദയഘടക ശംധര, നിന്റെ ഭയങ്ങളെ മാറ്റിയിട്ട്, നിന്റെ ആകുലതകളെ മാറ്റിയിട്ട്, നിന്റെ വേദനകളെ മാറ്റിയിട്ട്, നിന്റെ സിറ്റുവേഷൻസിനെ ഹല്ലേലൂയ സാഹചര്യം മാറ്റിയിട്ടല്ല, അവിടെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ഒളിച്ചിരിക്കുന്ന കൂട്ടത്തിൽ പത്രോസ് ഉണ്ട്, ഈ ഒളിച്ചിരിക്കുന്ന കൂട്ടത്തിൽ യോഹന്നാനുണ്ട്, ബാക്കി 11 ശിഷ്യന്മാരും 10 ശിഷ്യന്മാരുമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. തോമസ് അവിടെ ഇല്ല, ബാക്കി 10 പേരും ഒളിച്ചിരിപ്പുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഈ 10 പേരിൽ ഒരുവനായ പത്രോസിനെയാണ് ആമേൻ പെന്തക്കോസ്ത് നാളിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു ഉന്നതമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചതുപോലെ 2024 വരെ നമ്മളെ കൂടെ ചെയ്യിപ്പിച്ചതായ ശുശ്രൂഷകളിൽ നിന്നും വ്യത്യസ്തമായി ഹല്ലേലൂയ ഇനി നാം അറിഞ്ഞിട്ടില്ലാത്ത ശുശ്രൂഷകളുണ്ട്, ഇനി നാം കേട്ടിട്ടില്ലാത്ത ദൈവിക ശബ്ദങ്ങളുണ്ട്, ഇനി നാം രുചിച്ചിട്ടില്ലാത്ത ഉന്നതമായ വിഭവങ്ങൾ സ്വർഗത്തിൽ അവശേഷിക്കുന്നുണ്ട്. ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്തത്, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് ആ സ്വർഗത്തിലെ കലവറയിൽ, ആ സ്വർഗത്തിന്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ചിലതിനെ ടേസ്റ്റ് ചെയ്യേണ്ടതിന്, ചിലതിനെ കൈകാര്യം ചെയ്യേണ്ടതിന്, ചില കാര്യ വിചാരകത ശുശ്രൂഷകളിലേക്ക് ദൈവജനത്തെ മാറ്റിവിടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ശബനഗടഗദന ദിവാന ചില കാര്യവിചാരകത്വത്തിലേക്ക് അമേൻ. ഹല്ലേലൂയ. ചില ഉത്തരവാദിത്വമുള്ള മേഖലകളിലേക്ക് യസുഡവനഗടക ശംദന ദിവനഗടഗസി ആദൽ പ്രൗഢമനഗടക ശംദര റിവനഗടഗശസിയ അമേൻ. ഹല്ലേലൂയ. കരുവേലകത്തിന്റെയും അത് ചൂട്ടിൽ നിന്നുകൊണ്ട് അമേൻ ഹല്ലേലൂയ മാറിയിരിക്കുന്ന ഹല്ലേലൂയ ഗിദെയോനെ നോക്കിക്കൊണ്ട് അവനെ ബലപ്പെടുത്തിയതുപോലെ റിവനഗടക ശംദര ദിനഗടഗസി ഒരു ജനത്തെ വിടുവിച്ചെടുക്കേണ്ടതിന്, ഒരു സമൂഹത്തെ വിടുവിച്ചെടുക്കേണ്ടതിന് നിന്റെ മാത്രം ഗോതമ്പിനെ നീ സൂക്ഷിച്ച് അമ്മ നിനക്ക് വേണ്ടി മാത്രം ഹല്ലേലൂയ ചെയ്യുവാനുള്ള ജാതികളെ, രാജ്യങ്ങളെ, ദേശങ്ങളെ അവകാശമാക്കി എടുക്കേണ്ടതിന്, രാജ്യങ്ങളെ ഹല്ലേലൂയ അമ്മ റിബന ദേശങ്ങളെ കർത്താവിന് വേണ്ടി നേടേണ്ടതിന് ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ സിസ്റ്റർ ജിസി ദൂതേറ്റെടുക്കണം. റിബനഗടക ശംദരാധരാധര അതുന കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന പ്രിയ സഹോദരിമാരെ ഹല്ലേലൂയ പ്രിയ രമ്യ സിസ്റ്റർ ദൂതേറ്റെടുക്കണം. റിബനഗടക ശംദര ദീപൽഖമനഗടക ശൗഡമനഗടക 2025 ഹല്ലേലൂയ ദൈവം നമുക്ക് അനുവദിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ചൂടമൻ നാം ആരും ഇരിക്കുന്ന ഈ അനുഭവത്തിലല്ല ഇരിക്കാൻ പോകുന്നത്. ഒരു മറ്റൊരു തലത്തിലേക്ക്, ആത്മാവിന്റെ പുത്തൻ തലങ്ങളിലേക്ക് നാം ഇതുവരെ പാടിയതുപോലെ അല്ല ഇനി പാടാൻ പോകുന്നത്. നാം ഇതുവരെ ശുശ്രൂഷിച്ചതുപോലെ ഇനി ശുശ്രൂഷിക്കാൻ പോകുന്നത്. നാം ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത്. നാം ഇതുവരെ വചനം വായിച്ചതുപോലെ ഇനി വായിക്കാൻ പോകുന്നത്. നാം ഇതുവരെ പ്രശ്നങ്ങളെ നേരിട്ടതുപോലെ അല്ല ഇനി നേരിടുവാൻ പോകുന്നത്. നാം ഇതുവരെ സംസാരിച്ചതുപോലെ അല്ല ഇനി സംസാരിക്കുവാൻ പോകുന്നത്. ആമേൻ. കർത്താവിനെ ശബ്ദമാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇന്ന് പകൽക്കാലം ചിലരെ പിന്നെ മടക്കി വരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മടങ്ങി വന്നുകൊള്ളുക. നിങ്ങൾ ഭയപ്പെടുന്നിടത്തേക്ക് എന്റെ ദൈവത്തിന്റെ ശബ്ദം അവിടെയുണ്ട്. ഹാലിൽ എവിടെയാ നീ ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുന്നത്, അവിടെ എന്റെ ദൈവത്തിന്റെ ശബ്ദമുണ്ട്. ഹാലേലൂയ. ഇത്രയും ഈ കാര്യം ദൈവാത്മനോട് പറഞ്ഞത് കൊണ്ട് ഹാലേലൂയ പറഞ്ഞിട്ട് ഞാൻ എന്റെ ദൂതിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വചനം വായിക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 91:7 വാക്യം. Psalms 91:7. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ദൈവത്തിന്റെ വചനമാണ്. നമ്മളെല്ലാവരും വചനം തുറന്ന് ഹല്ലേലൂയ വചനം വായിക്കണം. ഒരു പ്രാവശ്യം തിരുവചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 91:7 വാക്യം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതു വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, വാക്കുമാറാത്ത കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടത് മനോഹരമായി നല്ല പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദൈവമേ 11 ദിവസമായി ദൈവത്തിന്റെ പാദപീഠമായിരിക്കുന്നു. ഈ 12ാമത്തെ പകൽക്കാലം അടിയനെ ഒരുമിച്ച് ജനത്തോട് ഒരുമിച്ച് കൂടുവാൻ, കർത്താവിന്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഒരുമിച്ച് പങ്കുകൊള്ളുവാൻ ദൈവം എന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഈ 12ാമത്തെ ദിവസം ഹല്ലേലൂയ അങ്ങയുടെ ജനത്തിനു വേണ്ടി അങ്ങ് വേർതിരിച്ചതായ തിരുവചനത്തിനായി സ്തോത്രം. ഇത് അങ്ങയുടെ വചനമാണ് കർത്താവേ. ഇത് സ്വർഗത്തിലെ നേക്ക് സ്ഥിരമായിരിക്കുന്നതാണ്. ഇത് അവിടുത്തെ ശ്വാസമാണ്
കർത്താവേ. ഇത് തേനിനേക്കാളും തേൻകട്ടയെക്കാളും മാധുര്യമേറിയതാണ്. ഇത് മഞ്ഞ് പോലെ മഴ പോലെ ഇറങ്ങി വരുന്നതാണ്. ഇത് കർത്താവെ അതിവേഗം ഓടി കർത്താവെ സൗഖ്യമാക്കുന്നതാണ്, വിടുവിക്കുന്നതാണ്, കുഴികളിൽ നിന്ന് കർത്താവ് പുറത്തെടുക്കുന്നതാണ്. ഇത് ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഇത് കർത്താവെ വൻമരങ്ങളെ തോലുരിക്കുന്നതാണ്. ഇത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാണ്. ഓ ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ. ഇത് കർത്താവെ അനേക ഹൃദയങ്ങളിലേക്ക് പാറയെ തകർക്കുന്ന ചുറ്റിയായി ദൈവമേ കടന്നു എന്ന് താവെ രൂപാന്തരം വരുത്തേണ്ടതിനെ രൂപാന്തരം വരുത്തി താവെ കല്ലുപോലുള്ള ഹൃദയങ്ങളെ മാംസലമാക്കി താവിന്റെ വിത്തിനെ പാകത്തൊക്കെ വേണം. ദൈവത്തിന് വേണ്ടി പുത്തൻ ഹൃദയത്തോടും പുത്തൻ ആത്മാവോടും നിൽക്കത്തെ വേണം കർത്താവേ. വചനത്തെ ഇന്ന് പകൽക്കാലം അങ്ങയുടെ കരഞ്ഞെടുത്ത് ഉപയോഗിക്കണം കർത്താവേ. എഴിയാനടിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന യോഗ്യത കൊണ്ടല്ല, അങ്ങ് തിരഞ്ഞെടുത്തത് കൊണ്ട്, അങ്ങയുടെ ദൈവമേ ദയ കൊണ്ട് കരുണ കൊണ്ട് കർത്തുന്ന പകൽക്കാലം വചനമായി കർത്താവിന്റെ കുഞ്ഞുങ്ങളുടെ മുൻപാകെ നിൽക്കുമ്പോൾ കർത്താവേ ബലപ്പെടുത്തണം, ശക്തിയിരിക്കണം. മാനുഷികമായ ഒരു വാക്കും ചിന്തയിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ വരുവാൻ ഇടവരാതെ ബുദ്ധിമണ്ഡലത്തെ കർത്താവ് അഫലമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വാതിലിനെ താവെ തിരുവചനത്തിന്റെ വാതിലുകളെ തുറന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അതിയോടെ പരിശുദ്ധാത്മാവ് മാത്രം നടത്തണം, ഭരിക്കണം, മഹത്വം അങ്ങ് മാത്രം എടുക്കും. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഹലോ, നമുക്ക് ഒരുമിച്ച് ദൈവത്തിലായിരിക്കാൻ ദൈവം കൃപയുടെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. പക്ഷേ പറയുന്ന പോലെ ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും. നമ്മുടെ ജീവിതത്തിലെ മരുഭൂമികളൊക്കെ കൊണ്ടുപോകുന്നത് എന്തിനെന്നറിയാമോ? നമ്മളെ ഒന്ന് ഇരുത്തി, ഹല്ലേലൂയ, നമ്മളെ ഒന്ന് പോസ് ചെയ്ത്, ഹല്ലേലൂയ, നമ്മളോട് ചിലത് സംസാരിപ്പാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും നമ്മളെ ഇങ്ങനെ ഇരുത്തിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്നോട് ചിലത് പറയാനുണ്ട്. ഹല്ലേലൂയ. എന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പോകുന്ന പോക്കിൽ വേഗത്തിൽ അങ്ങ് ഓടിപ്പോയാൽ ഹല്ലേലൂയ പലപ്പോഴും പലതും നമുക്ക് കേൾക്കാൻ കർത്താവ് പറയും, പക്ഷെ നമ്മളത് കേൾക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ശൗലിനോട് പറഞ്ഞത്, അമ്മൻ നീ അല്പം നിൽക്ക, ബാല്യക്കാരനോട് പോകാൻ പറ, നീ അല്പം നിൽക്ക, എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നോട് ചിലത് സംസാരിക്കാനുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുള്ളവരെ നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിന്റെ ഹല്ലേലൂയ എല്ലാ മേഖലകൾക്കും ഒരു പോസ് അനുവദിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവ് നിൽക്കുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പകൽക്കാലം നമ്മുടെ ഹൃദയമായി ഇടപെടുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കൊറോണ സമയത്ത് ഹല്ലേലൂയ ഏറ്റവും അധികം ഹല്ലേലൂയ വായിക്കപ്പെട്ടതും ഹല്ലേലൂയ അതെ പറയപ്പെട്ടതുമായ അനേക ആയിരങ്ങൾക്ക് ഒരു വിടുതലായി തീർന്ന സങ്കീർത്തനമാണ് ഹല്ലേലൂയ. അതേ 91-ാം സങ്കീർത്തനം. അല്ലെങ്കിൽ തന്നെ ആമേൻ പാരമ്പര്യമായ നാമധേയമായ സഭകളുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഈ വചനം പറയാറുണ്ട്. ഹല്ലേലൂയ. അതിങ്ങനെ പറഞ്ഞ് അതൊരു കാണാപ്പാഠമായി. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അർത്ഥങ്ങളിൽ നിന്ന് എത്രത്തോളം നമ്മൾ ഇതിനെ ചിന്തിക്കാൻ കഴിയുന്നു എന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ എവിടേക്ക് യാത്രയാക്കുമ്പോൾ നമ്മൾ യാത്ര പോകുമ്പോൾ ഹല്ലേലൂയ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അന്നേരം എല്ലാം നമ്മൾ വായിക്കുന്ന ഒരു ദൈവത്തിന്റെ വചനം, കാരണം അനുഗ്രഹത്തിന്റെ ഒരു വചനമാണ്. പക്ഷെ അത് എത്രത്തോളം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹല്ലേലൂയ നാം നന്മയുടെ കാലങ്ങളാണ് കൂടുതൽ ഈ വചനത്തെ വായിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ സമയങ്ങളിലും ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഇത് വചനത്തെ ഒരു വചനമായി ഏറ്റെടുത്ത് ദൈവത്തിന്റെ ശബ്ദമായി ഏറ്റെടുത്തെന്ന് പറയുവാൻ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ വചനത്തെ ഓടിച്ച് വായിച്ച് കളയാതെ ഹല്ലേലൂയ ഒന്ന് നിർത്തി അതിനകത്തോട്ട് ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്നൊന്ന് അറിയുവാൻ കഴിയുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പകൽക്ക് ഒരു വലിയ വിടുതൽ ഞാൻ പൂർണ്ണമായി അറിയുന്നു, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് കടന്നു ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലെ അതിനുശേഷം മെസ്സേജ് കേൾക്കുന്നവരുടെ ജീവിതത്തിലും ഇതൊരു വിടുതലിന് കാരണമായി മാറും. ഇതൊരു വിടുതലിന് വാസ്തവമായ ഒരു വിടുതലിന് കാരണമായി തന്നെ തീരും. ഹല്ലേലൂയ. നാം എങ്ങനെ ആഗ്രഹത്തോടെ ഇരിക്കുന്നു, എങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു, അതനുസരിച്ചാണ് വചനം നമ്മളോട് ഇടപെടുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസവും ഞാൻ പറയുവാനിടയായി, എത്ര നല്ല വിത്താണെങ്കിലും ഹല്ലേലൂയ അതൊരു നല്ല നിലത്ത് വിതച്ചെങ്കിൽ മാത്രമേ ആ വിത്ത് കൊണ്ട് പ്രയോജനം വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരുക്കമുള്ള ഹൃദയത്തോടെ, സ്വീകരിപ്പാനുള്ള മനസ്സോടെ, പ്രാപിപ്പാനുള്ള താല്പര്യത്തോടെ താവെ ഇന്ന് പകൽക്കാലത്തെ മീറ്റിംഗ് എല്ലാ മീറ്റിങ്ങിനെയും പോലെ ആകാതെ എനിക്ക് ചിലത് പ്രാപിച്ച് എന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്ന്, എന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വന്ന്, എന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വന്ന് കർത്താവെ ഒന്നും കൂടെ എന്റെ കർത്താവോട് അടുത്ത് കർത്താവിനെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ആയിത്തീരുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധാനമായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും. ഇതൊരു സാധ്യതയാണ്, ഇത് നടക്കുന്ന കാര്യമാണ്.
ഇത് ലോകത്തിൽ നടക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. പലതും നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. തലമുറകളെ നോക്കിയാൽ ഒരു തലമുറയുടെ ഭൂരിഭാഗം പേരും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തെ വിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുക. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോയിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. പഠനത്തിന് വിട്ടാൽ പഠിക്കുന്നില്ല. അമേൻ. ഹല്ലേലൂയ. അവിടെ പല പ്രശ്നങ്ങളാണ്. അല്ല, കുടുംബജീവിതം നോക്കിയാൽ ഹല്ലേലൂയ വിവാഹം കഴിക്കുന്ന അതേ വേഗത്തിലാണ് അമേൻ ഡൈവോഴ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞാലും ഹല്ലേലൂയ ഹല്ലേലൂയ അത് ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാതെ, സന്തോഷകരമായി ജീവിപ്പാൻ കഴിയാതെ കടന്നു പോകുന്ന ഒരു സമൂഹം. ജോലി മേഖലയിൽ നോക്കിയാൽ ഹല്ലേലൂയ എല്ലായിടത്തും വലിയ റിസഷൻ ആണ്, എല്ലായിടത്തും പ്രതികൂലങ്ങളാണ്, എല്ലായിടത്തും പ്രതിസന്ധികളാണ്. അമേൻ. ഹല്ലേലൂയ. ഇന്ന് കയറുന്നു, ഏത് സമയത്താണ് ടെർമിനേഷൻ ലെറ്റർ ലഭിക്കുന്നതെന്ന്, എപ്പോഴാണ് പിരിച്ചുവിടുന്നതെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവരും ടെൻഷനിലാണ്. അതുകൊണ്ടല്ലേ ഇന്നത്തെ കഴിഞ്ഞ നാളുകളേക്കാൾ ഒത്തിരി ആത്മഹത്യ നിരക്ക് വളരെ കൂടിക്കൊണ്ടിരിക്കുക. കുടുംബമായ ആത്മഹത്യ, ഒറ്റയ്ക്കുള്ള ആത്മഹത്യ, കുലപാതകങ്ങൾ. ഹല്ലേലൂയ. കാരണം ശത്രുവായ പിശാച് കുടുംബങ്ങളെ അവൻ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലത്തിലാണ് നാം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. തലമുറകളെ മാത്രമല്ല, കുടുംബത്തെ കർത്താവ് സ്വർഗത്തിന്റെ അമ്മ ഹല്ലേലൂയ മിനിയേച്ചർ ആണല്ലോ, സ്മോൾ യൂണിറ്റ് ആണല്ലോ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുടുംബത്തെയാണ് പിശാച് ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്ത് ഹല്ലേലൂയ നശിപ്പിച്ചുകൊണ്ടിരുന്ന പ്രത്യേക ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവ പൈതലിനെ പറയുവാൻ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും വീഴും വീഴും. പക്ഷേ അതിന്റെ അടുത്ത വാക്കാണ് നിങ്ങളോട് ഇന്ന് പകൽക്കാലം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും. ഹല്ലേലൂയ. ഈ ഒരു വാക്കാണ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്നോട് സംസാരിച്ച് നിങ്ങളോട് പറയുവാൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും. ഹല്ലേലൂയ. എങ്കിലും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയാൻ കഴിയുമോ? എങ്കിലും. ഹല്ലേലൂയ. ദേശത്ത് പലതും നടക്കുമായിരിക്കും, പക്ഷെ എങ്കിലും അത് എന്നോട് അടുത്തു വരികയില്ല. ദൈവസഭയ്ക്കകത്ത് പലതും നടക്കുമായിരിക്കും, എങ്കിലും അത് എന്നോട് അടുത്തു വരികയില്ല. അവൻ കുടുംബങ്ങളിൽ പലതും നടക്കുമായിരിക്കും, എങ്കിലും അത് എന്നോട് അടുത്തു വരികയില്ല. അവൻ ജോലി സ്ഥലങ്ങളിൽ പലതും നടക്കുമായിരിക്കും, എങ്കിലും അത് എന്നോട് അടുത്തു വരികയില്ല. രാജ്യങ്ങളുടെ നിയമങ്ങൾ പലതും മാറി മറിഞ്ഞു വരുമായിരിക്കും, എങ്കിലും അതെന്നോട് അടുത്തു വരികയില്ല, എങ്കിലും അതെന്നോട് അടുത്തു വരികയില്ല. ഹല്ലേലൂയ. എങ്കിലും. ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ അതേ പോസ് ചെയ്ത്, അവിടെയാണ് നാം സ്ട്രെസ് കൊടുത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന. അതിന്റെ 1-ാം വാക്യമാണ് അതിന്റെ കീവേഡ് എന്ന് പറയുന്നത്. അവൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഞാൻ. ഹല്ലേലൂയ. എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് നിങ്ങൾ എല്ലാവരും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവരും, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കത്തില്ലായിരുന്നല്ലോ, വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ അവസരം ഉണ്ടായിട്ടും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന ദൈവജനം എന്ന് പറയുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവരാണ്, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവരാണ്. അവൻ അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യുവാനുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഹല്ലേലൂയ സാഹചര്യങ്ങളെ പറയുന്നതും ഇൻഫർമേഷനെ സ്പ്രെഡ് ചെയ്യുന്നവരുമായിട്ടല്ല, അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തെന്ന് തിരിച്ചു പറയുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റമനഘടക ശംദര അവർക്ക് അങ്ങനെ സംഭവിച്ചു, ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചു, ആ വ്യക്തിക്ക് അങ്ങനെ സംഭവിച്ചു, ആ കുടുംബത്തിന് അത് സംഭവിച്ചു, ഈ കുഞ്ഞിന് ഇത് സംഭവിച്ചു, ഇന്നടത്ത് പഠിക്കാൻ വിട്ടത്, അവിടെ ബാംഗ്ലൂരിൽ വിട്ടത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വിട്ടത്, അല്ലെങ്കിൽ ആ രാജ്യത്ത് വിട്ടത്, ഈ രാജ്യത്ത് വിട്ടത് ഒക്കെ അബദ്ധമായി പോയി, ഒക്കെ തിന്മയായി പോയി, ഒക്കെ നാശമായി പോയി, അങ്ങനെ നശിച്ചു പോയി, ഇങ്ങനെ നശിച്ചു പോയി എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ റാൽഖമനകൾ ഒരുപക്ഷെ സാഹചര്യം മുഴുവനും മുൻപേ പറഞ്ഞതുപോലെ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ആ വാക്ക് നാം മറന്നു പോകരുത്. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും അടച്ചിട്ട റൂമാണെങ്കിലും ഇറങ്ങി വരുവാൻ കഴിവുള്ള ഒരു കർത്താവിനെ നമ്മുടെ ദൈവമെന്ന് നാം പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ ദൈവത്തിന് വിടുവിപ്പാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല, ആ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തം എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവമാണ് എന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ഞാനായിരിക്കുന്ന ഓരോ അനുഭവങ്ങളും ഒന്നും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ദൈവം എനിക്ക് തന്നതുകൊണ്ട്, ദൈവം എന്നെ ഏൽപ്പിച്ചതുകൊണ്ട്, ദൈവം എന്നെ ഇരുത്തിയിരിക്കുന്നതുകൊണ്ട്. ഹല്ലേലൂയ. ഞാനായിരിക്കുന്ന കുടുംബം, ഹല്ലേലൂയ, ഞാൻ ദൈവം എനിക്ക് തന്ന ശുശ്രൂഷ, ദൈവം എന്നെ ആക്കിയിരിക്കുന്ന എനിക്ക് തന്ന ദൈവ തലമുറകൾ, ഇതെല്ലാം എന്റെ ദൈവമാണ് എന്നെ ഏൽപ്പിച്ചത് എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്തം, ഹല്ലേലൂയ, ഒരു പൂർണ്ണ ബോധ്യം നമ്മളിൽ ഉണ്ട് എങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ ചില ഭയങ്ങൾ നമ്മെ വിട്ടു മാറുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ശബനഘടക ശംദരാധര
റീഖമന്റെ ദൈവം ആരെന്നൊന്ന് അറിയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ എന്തെന്ന് അറിയണം. അവൻ ദൈവത്തിന്റെ വാഗ്ദത്തം എന്തെന്ന് അറിയണം. ഹല്ലേലൂയ. അവൻ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവബദലിനും അവൻ ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. അതിന്റെ അർത്ഥം സാഹചര്യം മുഴുവനും അവർക്ക് അനുകൂലമെന്നല്ല. ഹല്ലേലൂയ. നമുക്ക് യഹോശാഫാത്തിനെ അറിയാം. അവൻ 3 രാജാക്കന്മാർ, 2.5 രാജാക്കന്മാർ ഒരുപോലെ വന്ന് തനിക്ക് പ്രതികൂലമായി നിന്ന് തന്നെ വീഴ്ത്തി കളയുവാൻ, തന്നെ മുടിച്ചു കളയുവാൻ, തന്നെ അത് കൊന്നുകളയുവാൻ, അല്ലെങ്കിൽ തന്റെ രാജ്യത്തെ പിടിച്ചുകൊണ്ടു പോകുവാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ, യഹോശാഫാത്തിന് ഒരു കാര്യം ചെയ്യാൻ, കർത്താവേ എന്ത് ചെയ്യേണ്ടോ എന്ന് അറിയത്തില്ല. അമ്മ ചില സാഹചര്യം മുമ്പിൽ നമ്മൾ അങ്ങനെയാ. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ എങ്കിലും എന്റെ കണ്ണ് നിങ്ങളിലേക്ക് ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഏത് സാഹചര്യം ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരു പ്രത്യേക സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത്, ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ കഴിയുന്നു എങ്കിൽ ഹല്ലേലൂയ. ആമേൻ. ഞാനും ദിവസങ്ങളൊക്കെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ എന്ത് ചെയ്യ കഴിഞ്ഞ വെള്ളിയാഴ്ച ആമേൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹല്ലേലൂയ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ സാഹചര്യം ഉണ്ടായി. എന്നാൽ ഹല്ലേലൂയ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും എന്നെ സന്തോഷത്തിന്റെ വചനം കൊണ്ട് കൊടുങ്കാറ്റിന്റെ നടുവിലും പെരുംകാറ്റിന്റെ നടുവിലും ദൈവത്തിന് ഒരു വഴിയുണ്ട്. പ്രിയമുള്ളവരെ, ഏത് കൊടുങ്കാറ്റായാലും, ഏത് പെരുങ്കാറ്റാണെങ്കിലും, ഏത് ഈശാനമൂലനാണെങ്കിലും ഹല്ലേലൂയ ഏത് കാറ്റ് നിന്നെ പ്രതികൂലമാക്കി അടിച്ച് ഹല്ലേലൂയ നിന്നെ ഈ പടകിൽ അല്ലെങ്കിൽ ഈ കടലിൽ അവൻ മുക്കിക്കളയുമെന്ന് പറയും. ഒരുപക്ഷെ നീ സഞ്ചരിക്കുന്ന കപ്പൽ ഒരുപക്ഷെ തകർന്നു പോകുമായിരിക്കാം. എങ്കിലും അതിന്റെ നടുവിലും ഹല്ലേലൂയ തകരാതെ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, നിന്നെ റോമിൽ നിർത്തുമെന്ന് പറഞ്ഞ ഒരു ദൈവത്തിന്റെ ശബ്ദം. ആമേൻ. റൂബനഗഡഗ ശബ്ദൽ ഖമസിയാരവ പെരുങ്കാറ്റിനോ കൊടുങ്കാറ്റിനോ ഈശാന മൂലനോ തകർക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളതിനെതിരെ കൊടുങ്കാറ്റ് ഇളകി വന്നേക്കാം, പെരുങ്കാറ്റ് ഇളകി വന്നേക്കാം, പ്രതിസന്ധി ഇളകി വന്നേക്കാം, രാജാക്കന്മാർ 2-3 രാജ്യങ്ങൾ ഒരുപോലെ ഒരുമിച്ച് ഒരുവന് നേരെ ഇളകി വന്നേക്കാം. എന്നാൽ ആ ഭക്തൻ അവിടെ നിന്നോട് ഒരു വാക്ക് പറഞ്ഞു, രാജാവാണ്, ഹല്ലേലൂയ സൈന്യമുണ്ട്, അധികാരമുണ്ട്, അവൻ എല്ലാം ഉണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ കാര്യം ചെയ്യുന്നില്ല, അതൊന്നും ഇപ്പോൾ കാര്യത്തിന് ഉതകുന്നില്ല, എല്ലാം നിഷ്ഫലമായി നിൽക്കുകയാ. നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റുകളുണ്ട്, നമ്മുടെ കയ്യിൽ പല കാര്യങ്ങളും ഉണ്ട് മുൻപോട്ട് പോകാൻ, പക്ഷേ ഒന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. പകൽക്കാലം അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമാനോട് പറയുന്നു, നിങ്ങളുടെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ കഴിയുമെങ്കിൽ എങ്കിലും ഞങ്ങളുടെ കണ്ണ് യഹോവയിലേക്ക് ഉയർത്തുന്നു. എങ്കിലും ഹല്ലേലൂയ ആ ഉയർത്തിയവന് വേണ്ടി ഒരു ദൈവത്തിന്റെ ദൂത് അവിടെ ഇറങ്ങി വരികയാണ്. ആ ദൈവിക അതുപോലെ നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നു. ഈ യുദ്ധം നിങ്ങളുടേതല്ല. ആമേൻ. ഈ യുദ്ധം നിങ്ങളുടേതല്ല, ഈ യുദ്ധം ദൈവത്തിൻ്റെതാ. ഹല്ലേലൂയ. ഈ യുദ്ധം നിങ്ങൾ ചെയ്യേണ്ട വിഷയമല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ വിഷയമല്ല. കാരണം 2.5 രാജാക്കന്മാരുടെ ഒരു രാജാവിന് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ലെന്നാൽ ഒരു ഭൂമി മുഴുവനും, ഒരു സൈന്യം മുഴുവനും, ലോകം മുഴുവൻ ഇളകി വന്നാലും എന്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിയാൽ വിജയം എനിക്ക് തന്നെയാണ്. ഹല്ലേലൂയ. കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യും, നീ ഭയപ്പെടണം, നീ ഒരു കാര്യം ചെയ്താൽ മതി. പകൽക്കാലം പാടിയതുപോലെ അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവത്തെ ഒന്ന് പാടി സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന് പുകഴ്ച കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ വിടിവിക്കുന്ന ഒരു ദൈവത്തിൽ ഒന്ന് ആശ്രയിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറഞ്ഞ ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. ഹല്ലേലൂയ. അത് വെറും ഒരു വാക്കായിട്ട് പറഞ്ഞു നിർത്തരുത് പ്രിയമുള്ളവരെ. ആശ്രയിക്കുന്നത് പറഞ്ഞാൽ അവനെ ആശ്രയിക്കുന്നവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അവൻ തന്നിൽ ആശ്രയിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനായ ഒരു ദൈവമാണ്. നമ്മുടെ ദൈവം പ്രാപ്തനാണ്. ഹല്ലേലൂയ. പറയാമോ, എന്റെ ദൈവം ഒരു പ്രാപ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് തന്നെ പുറത്തു കൊണ്ടുവരുവാൻ, അത് സിംഹത്തിന്റെ ഗുഹയാണെങ്കിലും അത് തീയുടെ ചൂടയാണെങ്കിലും ഹല്ലേലൂയ അതിനകത്തുനിന്നും പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം പ്രാപ്തനായ ദൈവമാണ്. ഞാൻ ആശ്രയിക്കുന്ന ദൈവം. അതുകൊണ്ടല്ലേ രാജാവ് ചോദിച്ചത്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ
ദാനിയേലെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ ദൈവം പ്രാപ്തനായോ? ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? ഞാൻ ഇന്ന് കടന്നു പോകുന്ന തീച്ചൂള എന്ന് പറയുന്നത് അവന്റെ ദൈവത്തിന്റെ പ്രാപ്തിയെ ഒരു രാജാവിനെ കൊണ്ട് പറയിപ്പിക്കേണ്ടതിന് ഓ റിബാന ശംദന രഗദന ഘടക ശംദലമുടമന ഘടക ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ പ്രാപ്തിയെ എന്നിലൂടെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന് ഹല്ലേലൂയ. ശമന ഘടകധര ഘടക ഇന്ന് ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധി എന്നെ തകർക്കുവാനല്ല, എന്നെ മുടിക്കുവാനല്ല, എന്നെ കൊന്നുകളയുവാനല്ല, അവൻ ലോകത്തിനു മുന്നിൽ അപമാന വിഷയമാക്കി മാറ്റുവാനല്ല. ഇങ്ങനെയും എന്റെ ദൈവത്തിനൊരു പ്രാപ്തി ഉണ്ടെന്ന് എന്നിലൂടെ ഒന്ന് തെളിയിച്ച് ലോകജനത്തെ, ജാതീയ രാജാവിനെ കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു ഉറപ്പോടായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൽ സന്തോഷിപ്പാനുണ്ട്. അതുകൊണ്ട് അമ്മ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ദാനിയേലിനെ പോലെ അമ്മ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിന്നോട് അടുത്തു വരികയില്ല. അമ്മൻ പൗലോസിനെ പോലെ ഒരു ദൈവിക വാഗ്ദത്തമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കപ്പൽ ഛേദത്തിനും നിന്നെ തകർത്തു കളയുവാൻ കഴിയുകയില്ല. ഈ പ്രതികൂലം എന്തിനെന്നറിയാമോ? ആ തീരത്തേക്ക് നമ്മളെ അടുപ്പിക്കുക. ഹല്ലേലൂയ. രാഖമനഘടക ശംദനരഘടക ശിവനഘടകധരഘടക 2024 ഒത്തിരി പ്രതിസന്ധികൾ ആഞ്ഞടിച്ച് പ്രതിസന്ധികളുടെ ഓളങ്ങളിൽ കൂടി ഹല്ലേലൂയ രാത്രി ഏതാണെന്നോ പകൽ ഏതാണെന്നോ അറിയാതെ കണ്ണുപോലും കാണാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധികളുടെ ഉഴയിലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു ഹല്ലേലൂയ നിന്നെ ആ തീരത്തേക്ക്, വാഗ്ദത്തമെന്ന തീരത്തേക്ക് ഹല്ലേലൂയ പ്രതികൂലം കയറ്റിക്കൊണ്ടുപോകുകയാ. ഹല്ലേലൂയ. ഒരു അസാധാരണമായ ദയ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ സമയമായി. ഹല്ലേലൂയ. അസാധാരണമായ ഇടത്തു നിന്നും, അസാധാരണമായ വ്യക്തികളിൽ നിന്നും, ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്നും, ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും, ആർക്കും ഒരിക്കലും ഇന്ന് വരെയും ചെയ്തു കൊടുക്കാത്ത വിധത്തിൽ ആമേൻ ഒരു ദൈവത്തിന്റെ ദയ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സമയമായി എന്നറിഞ്ഞ ഹല്ലേലൂയ ഒന്ന് പറയാൻ കഴിയുമോ? എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് എന്നോട് അടുത്തു വരികയില്ല. ഹല്ലേലൂയ. ശമനഘടകസിയ ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ ആമേൻ മോശ കുഞ്ഞ് ജനിക്കുന്ന സമയം, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, നമുക്കെല്ലാവർക്കും കൂടെ ഒരു സുപരിചിതമായ ശപാചനമാ. ഹല്ലേലൂയ. ആ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ആമേൻ 430 വർഷം മുൻപ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ നിന്റെ സന്തതി ഹല്ലേലൂയ അന്യമല്ലാത്ത ദേശത്ത് പരദേശികളായി പാർക്കും, അവിടെയുള്ളവരെ അവർ സേവിക്കേണ്ടി വരും, അവരുടെ ജീവിതത്തിൽ അടിമത്തം അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഞാൻ നിശ്ചയിച്ച ഒരു സമയമുണ്ട്, ആ സമയത്തിന് ഞാൻ നിങ്ങളെ അവിടെ നിന്നും പുറത്തെടുക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അവിടെ നിന്ന് പുറത്തെടുക്കും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ദൂത് ഏകദേശം 400 വർഷം മുൻപ്, അല്ലെങ്കിൽ ഹല്ലേലൂയ 300-ലധികം വർഷം മുമ്പ് ദൈവം പറഞ്ഞതായ ആ ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി ദൈവം പറഞ്ഞ ആ മാസ്റ്റർ പ്ലാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ജനത്തിനെ വിടുവിച്ചെടുക്കേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അനേകം തലമുറകൾക്ക് മുൻപ് പറഞ്ഞ ആ ദൈവിക വാഗ്ദത്തം നിറവേറ്റേണ്ടതിന് വേണ്ടി ആരിലൂടെയാണോ നിറവേറേണ്ടത് ആ വ്യക്തി ജനിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആ വ്യക്തി ജനിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വളരെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അവൻ ദൈവം പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ പറഞ്ഞതല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞ ആ ദൈവിക വാഗ്ദത്തത്തെ നിറവേറ്റേണ്ടതിന് വേണ്ടി അവൻ അതിന്റെ നായകനായി ദൈവം കണ്ട വ്യക്തി ജനിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആ വ്യക്തി ജനിച്ചപ്പോൾ ഹല്ലേലൂയ നമ്മുടെ മാനുഷികമായി നാം നോക്കിയാൽ ഏതെങ്കിലും ഒരു കാര്യം അനുകൂലമാണോ? ഏതെങ്കിലും ഒരു സാഹചര്യം അതിന് അനുകൂലമാണ്? ജനിക്കുവാൻ അനുകൂലമാണോ? വളരുവാൻ അനുകൂലമാണോ? നിയമം നിയമങ്ങൾ പ്രതികൂലമായി നിൽക്കുമ്പോഴാണ് ആമേൻ മോശ കുഞ്ഞ് ജനിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് അബദ്ധം പറ്റിയോ? ഇന്ന് പലപ്പോഴും നമ്മുടെ ഇരിപ്പും നമ്മുടെ വർത്തമാനവും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് എന്തോ വലിയ അബദ്ധം പറ്റിയെന്ന്.
ദൈവം പറഞ്ഞെന്നെ പറ്റിച്ചെന്നാ നാം പറയുന്നത്. ഓ റിബനഘടക, ദൈവത്തിന്റെ ശബ്ദം കേട്ടതാ, ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടതാ. പക്ഷേ ഇപ്പോഴെന്റെ സാഹചര്യം ഒന്നും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വളരെ അകലെ കിടക്കുന്ന ഒരു അനുഭവമാ. ഓ നാം ദൈവത്തോട് ചോദ്യം, കർത്താവേ നീ എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചത്? ഹല്ലേലൂയ. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ സ്റ്റെപ്പ് എടുത്തത്. ഹല്ലേലൂയ. അമ്മ ഞാൻ ഈ സ്റ്റെപ്പ് എടുക്കുന്നിടം വരെ സാഹചര്യം മുഴുവൻ അനുകൂലമായിരുന്നു. പക്ഷെ ഇപ്പോൾ സാഹചര്യം മുഴുവനും പ്രതികൂലമായി. ദൈവത്തിന് അബദ്ധം പറ്റിയോ? ഹല്ലേലൂയ. അല്ല, പറഞ്ഞ പ്രവചനം തെറ്റിപ്പോയോ? അമ്മ ഞാൻ ദൈവനോട് സംസാരിച്ചതാ, മറ്റാരോടും പറയാതെ എന്നോട് തന്നെ ഡയറക്റ്റ് ഞാൻ കേട്ട വചനമാ. പക്ഷെ അതിപ്പോൾ മൊത്തം അവതാളത്തിൽ കിടക്കുകയാ. ശബനഘടക റിഖന്ധനാദമാനകക്ഷസി. ഹല്ലേലൂയ. റേൽഖമനഘടക ശൗഡമനഘടകസിയ. അമ്മ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നു കളയണം എന്ന് പറയുന്ന, ഹല്ലേലൂയ. പക്ഷെ ഇന്നത്തെ കാലം ഏത് കാലമാണെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു ആൺകുഞ്ഞെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ടാകും. എന്നാൽ ഞാൻ ഹല്ലേലൂയ അന്നത്തെ കാലത്തെ അമ്മമാര് ഡെലിവറി കഴിഞ്ഞപ്പോൾ ആൺകുഞ്ഞെന്ന് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നൊരു തീ പായുകയാ. ഹല്ലേലൂയ. ഒന്ന് എരിഞ്ഞു പോ. കാരണം നിമിഷങ്ങൾക്കകം ഈ കുഞ്ഞ് മരിക്കാൻ പോകുക. കഴിഞ്ഞ 9 മാസം അനുഭവിച്ച കഷ്ടപ്പാടുകൾ, കഴിഞ്ഞ 9 മാസം അനുഭവിച്ച വേദനകള്, അല്ലെങ്കിൽ നൊന്ത് പ്രസവിച്ച വേദനയുടെ ഫലമെല്ലാം നിമിഷങ്ങൾ കൊണ്ട് റീബൻ അവസാനിക്കുകയാണ് എന്നാണ് ഓരോ അമ്മയും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ അമ്മയും കാണുമ്പോഴേ നിലവിളിക്കുക, അയ്യോ ഇത് ആൺകുഞ്ഞാണോ, അയ്യോ ഇത് ആൺകുഞ്ഞാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ സാഹചര്യങ്ങളെ നോക്കി അയ്യോ എന്ന് വിളിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ ജീവിതം ഇങ്ങനെ സംഭവിച്ചല്ലോ അയ്യോ എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം നിങ്ങൾക്കൊരു ഉറപ്പായി നിൽക്കുന്നു. ഒരു അമ്രാമ ഇഖാബോധം. ഹല്ലേലൂയ. അവർ അയ്യോ എന്നല്ല പറഞ്ഞത്, അവർ അയ്യോ എന്നല്ല പറഞ്ഞത്. റിബിനിഘടക ശംദര, ഓ റിബാന ശംദര റബനഘടകസി. അമ്മ തിരുവചനം ഇങ്ങനെ പറയുന്നു, കുഞ്ഞ് ജനിച്ചപ്പോൾ അവർ ദിവ്യ സുന്ദരനെന്ന് കണ്ടു. ഓ ഡിവൈൻ ബ്യൂട്ടി. റംശമനഘടക. പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ഡിവൈൻ ബ്യൂട്ടി എന്റെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുമെങ്കിൽ, ഓ ആ കുഞ്ഞിനെ തൊടുവാൻ ആർക്കും കഴിയുകയില്ല. വിഷയത്തെ തൊടുവാൻ ആർക്കും കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ ആ പ്രതികരണ രീതികളൊന്നും മാറി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. അമ്മ ദൈവത്തിന്റെ മറവിൽ വസിക്കുന്നവരാ, സർവശക്തിയുടെ നിഴലിൻ കീഴിൽ പാർക്കുന്നവരാ ഒക്കെ ശരിയാ. പക്ഷേ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു, എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്ന ആ വിഷയത്തെ നോക്കി ബാക്കി എല്ലാ അമ്മമാരും അയ്യോ എന്ന് വിളിച്ചപ്പോൾ, അയ്യോ എന്ന് വിളിച്ചവരുടെ മക്കളെയൊക്കെ ഹല്ലേലൂയ വലിച്ച് ഹല്ലേലൂയ നദിയിലേക്ക് എറിഞ്ഞ് നിമിഷങ്ങൾക്കകം കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ മരിച്ചു പോയപ്പോൾ, ഹല്ലേലൂയ, റീവൻ അതിൽ ഒന്നായി തീരേണ്ട സകല സാധ്യതയും, അതിൽ ഒന്നായി തീരേണ്ട സകല സാധ്യതയുമുള്ള മോശയെ കണ്ടിട്ട്, ഹല്ലേലൂയ, കുഞ്ഞിനെ കണ്ടിട്ട് അമ്മ കണ്ടു ഇവൻ ദിവ്യ സുന്ദരനാണെന്ന്. കേൾക്കുന്ന അമ്മമാരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് അവർ തകർന്നു പോകുവാൻ, അവർ മദ്യത്തിലോ മയക്കുമരുന്നിലോ ഏത് ജീവിതത്തിന്റെ ഏത് തകർച്ചയിലോ കടന്നു പോകുവാൻ സകല സാധ്യതയും ഉണ്ടെങ്കിലും, അല്ല അവരുടെ ജീവിതം തകർന്നു പോകുവാൻ, അവർ ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോകുവാൻ, അവരുടെ കുടുംബജീവിതം തകർന്നു പോകുവാൻ, അവരുടെ നന്മ ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ല. ഒരു വല്ലാത്ത ലോകത്തിൽ, ഒരു വല്ലാത്ത സാഹചര്യത്തിനകത്ത് പെട്ടുപോയല്ലോ എന്ന് ഭാരപ്പെടുന്നവരെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊന്ന് തിരിച്ചു പറയാൻ കഴിയുമോ? എനിക്ക് അവനൊരു ദിവ്യ സൗന്ദര്യം കാണുവാൻ കഴിയുന്നുണ്ട്. എനിക്ക് അവളിലൊരു ദിവ്യ സൗന്ദര്യം കാണുവാൻ കഴിയുന്നുണ്ട്. റീബനഘടക ശംദരാരമനഘടക ശംദനാരിഗദനഘടക ശംഥലാരമനഘടകദര റീബൽ ഖമനവരഘടക ജരാദിനിയാരഗദലഘടക ശംഥൽ പ്രൗഢമാനഘട. ഒരു ദിവ്യ സൗന്ദര്യം കണ്ട അമേൻ ഹല്ലേലൂയ മാതാപിതാക്കൾ അവരെ കൊണ്ടാകുന്നത്. എന്റെ കർത്താവ് നമ്മളെ കൊണ്ട് ആകാത്തതൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആകുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആകാതെ നീ ചെയ്യണ്ട. പലപ്പോഴും നമ്മുടെ വിഷയം ഹല്ലേലൂയ നാം ചെയ്യേണ്ട കാര്യങ്ങളെ നാം മനഃപൂർവ്വം മറന്നിട്ട് ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെ ഓർത്ത് അവിടെയാണ് നമ്മൾ ഭാരപ്പെടുന്നത് മുഴുവനും. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യത്തില്ല. പക്ഷെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്ന മേഖലകളിൽ ദൈവം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതാണ് നമ്മുടെ ചോദ്യം. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? 21 ദിവസ പ്രാർത്ഥനയിൽ ഈ 12ാം ദിവസമാണല്ലോ. ഇന്ന് പകൽക്കാലം ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഇരുന്നിട്ട് കർത്താവിന് ചോദിക്കാമോ, കർത്താവെ എനിക്ക് എന്തൊക്കെയൊന്ന് ചെയ്യാൻ കഴിയും?
നമ്മൾ ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ബന്ധപ്പെടുന്നതിനേക്കാൾ മുൻപേ ഹല്ലേലൂയ ഞാൻ ചെയ്യേണ്ടതെന്ന് ചെയ്തിട്ട് അവൻ പിന്നെ ബാക്കി ഒന്ന് മാറിയിരിക്കുവാൻ, ഒന്ന് സ്വസ്ഥമായി മാറിയിരിക്കുവാൻ കഴിയുമെങ്കിൽ റിബനഗട ആശ്രയിക്കുന്നതിലും വിശ്രമിക്കുന്നതിലും നിന്റെ ബലമാ. ഹല്ലേലൂയ. റീൽ ബനഗടക ശന്തര എന്ത് വേണം എന്നൊരു ആദ്യ പിടിച്ച് അവിടെ ഓടി ഇവിടെ ഓടി കൗൺസിലറെ കണ്ട്, അല്ലെങ്കിൽ ഹല്ലേലൂയ അവിടെ പോയി ഇവിടെ പോയി വക്കീലിനെ കണ്ട് ഡോക്ടറെ കണ്ട് ഇങ്ങനെ ഓടുന്നതിന് പകരമായി ഹല്ലേലൂയ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഞാനൊന്ന് ചെയ്തു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ആ മാതാപിതാക്കൾ ആ സാഹചര്യ നടുവിൽ ആ കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം അവർ ചെയ്തു. നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയട്ടെ, ഒരു ധൈര്യത്തിനായി പറയട്ടെ, എന്നെ കൊണ്ട് ചെയ്യാവുന്നത്. കരയാവുന്നിടത്തോളം ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഉപവസിക്കാവുന്നിടത്തോളം ഉപവസിച്ചിട്ടുണ്ട്, ലഭിക്കുന്ന അവസരമെല്ലാം കർത്താവിന് വേണ്ടി നിൽക്കേണ്ട ഇടങ്ങളെല്ലാം കർത്താവിന് നിന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇടിവിൽ നിൽക്കേണ്ട സമയം ഇടിവിൽ നിന്നിട്ടുണ്ട്, അവ കൊടുക്കുവാൻ ദൈവം തന്നു കൊടുത്തിട്ടുണ്ട്, അമ്മ ഞാൻ ആളായി നിൽക്കേണ്ടത് ആളായി നിന്നിട്ടുണ്ട്. എനിക്ക് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ, ദൈവം എനിക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ അതിന്റെ മാക്സിമം ആമേൻ ഹല്ലേലൂയ ധൈര്യത്തോടെ ഹല്ലേലൂയ നെഞ്ചത്ത് കൈവച്ച് കർത്താവോട് പറഞ്ഞ കർത്താവേ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ താവേ ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. റീബനഗടക ഇനി എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. റീബാനെ അങ്ങനെ നിലവിളിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ ഇനി എനിക്ക് ഇതിനപ്പുറമായിട്ട് ഒന്നും ചെയ്യാനില്ല, എന്റെ മാക്സിമം ഞാൻ ചെയ്തു കഴിഞ്ഞു, എന്റെ മാക്സിമം ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇനി എനിക്കിതിനെ എന്റെ കയ്യിൽ ഒതുക്കുവാൻ കഴിയത്തില്ല, ഇനി എനിക്കിതിനെ ഹാൻഡിൽ ചെയ്യുവാൻ കഴിയത്തില്ല, ഇനി എനിക്ക് എന്റെ ഭവനത്തിൽ നിർത്തുവാൻ കഴിയത്തില്ല, എന്റെ പരിധിക്ക് അപ്പുറമായി കർത്താവേ എന്ന് പറഞ്ഞൊരു പെട്ടകം പോയി പെട്ടി ഉണ്ടാക്കി. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഒരു നദിയുടെ തീരത്ത് എവിടെയാണോ ബാക്കി കുഞ്ഞുങ്ങളെ ഒഴുക്കിക്കളഞ്ഞത് അതേ നദിയിൽ ഒരു ഞങ്ങളുടെ തീരത്ത് കൊണ്ട് വച്ചതായ ഹല്ലേലൂയ കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മേ റിബനഗർ അന്ന് വരെയും ആമേൻ അവരുടെ ഹൃദയത്തിനകത്ത് പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക കരുതൽ. ഹല്ലേലൂയ അമ്മന രഗദരഗടക ശബ്ദം ഏത് കൊട്ടാരത്തിൽ നിന്നാണോ കൽപ്പന പുറപ്പെട്ടത് അതേ കൊട്ടാരത്തിനകത്ത് നിന്നും ആമേൻ ഫറവോന്റെ പുത്രിയെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് ആമേൻ റിബനഗടക ഒഴുകി പോകാമാവുന്ന കുഞ്ഞിനെ ഒഴുക്കി വിടൂ എന്ന്, ഒഴുക്കി കള എന്ന്, നദിയിലേക്ക് എറിഞ്ഞു കളയുക എന്ന് അപ്പന്റെ കൽപ്പന നിൽക്കുമ്പോൾ മകൾ ഇവിടെ വന്ന് പറയുക തിരിച്ചെടുക്ക. അതുവരെയും അവൻ കൽപ്പന ഇതായിരുന്നു, വെള്ളത്തിൽ ഒഴുക്കിക്കളയുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പറയുക തിരിച്ചെടുക്ക. റാമന റഗദനഘടക ശംധനാരവ. ഈ പകൽക്കാലത്ത് മീറ്റിംഗിലൂടെ ചില തീരുമാനങ്ങളെ അമ്മ റിവേഴ്സ് അടിപ്പിക്കുക. പരിശുദ്ധാത്മാവ് റാംസനഘടകഘടക വെള്ളത്തിൽ ഇട്ടുകളക വലിച്ചെറിയുക എന്ന് പറഞ്ഞവനെ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ അവളവനെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് ഫറവോന്റെ പുത്രി അവന് മോശ എന്ന് പേരിട്ടു. ഹല്ലേലൂയ അമ്രാമൈക്കബോദ് അല്ല പേരിട്ടത്, ഫറവോന്റെ പുത്രി അവൻ. എന്താ അതിന്റെ അർത്ഥം? വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കവൻ. ഓരോ പ്രാവശ്യം മോശ 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 എന്ന് എത്ര പ്രാവശ്യം പറയുന്നു വിളിക്കുന്നുവോ, ലക്ഷങ്ങളുടെ നേതാവായി തീർന്നവന്റെ മുൻപിൽ, ലക്ഷങ്ങളുടെ മുമ്പിൽ ഓരോ നിമിഷം ഓരോ ദിവസവും 1000 പ്രാവശ്യം മോശ എന്ന ശബ്ദം വരുന്നതിന്റെ പിന്നിൽ ഒറ്റ വാക്കാ പറയുന്നത്, ഹേ ഫറവോനെ നീ വലിച്ചെറിയുവാൻ പറഞ്ഞവരുടെ ഇടത്തു നിന്നും വലിച്ചെടുക്കപ്പെട്ടതാണ് നിന്റെ ബുദ്ധി സ്ഥിരാകേന്ദ്രങ്ങളെ എന്നേക്കുമായി തകർത്തുകൊണ്ട് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനെ നിറവേറ്റിയതാണ് ഈ മോശ എന്ന് പറയുന്നത്. അതാണ് മോശ എന്ന് ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ പറയുന്നത്. വാക്കും ഭാഷണവും കൂടാതെ ശത്രുവിന്റെ മുഖത്ത് നോക്കി പറയുന്നതാണ്, നീ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ ആയിരങ്ങളെ വലിച്ചെറിഞ്ഞു എങ്കിലും അവൻ വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടവനാണ് ഇവൻ. ഹല്ലേലൂയ റീഗമനഘടക ശംദന റിവന രഗദനഘടക ശൗഡമാനവ. അമേർ ചില തീരുമാനങ്ങളോടെ നിൽക്കുന്നവർ എങ്കിലും ഹല്ലേലൂയ എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്ത് വശത്ത് 10,000 പേര് വീഴുമായിരിക്കും, എനിക്കത് വിഷയമല്ല. എങ്കിലും റാമന രഗദന രഗദനഘടക ശൗഡമാനഗസ്യ. സമയം ഓടിപ്പോകുന്നല്ലോ. ഹല്ലേലൂയ എനിക്കറിയാം സമയം എന്റെ മുൻപിലുണ്ട്. ദൈവാത്മാ അനുവദിക്കുന്നിടത്തോളം നിങ്ങള് ഞാൻ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവത്തിന്റെ പാദപീഠമായിരിക്കണം. ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിന്നവനെ മാക്സിമം, ആ വാക്ക് നിങ്ങൾ മറക്കരുത്, മാക്സിമം ആവുന്നെങ്കിൽ ആവട്ടെ, പോന്നെങ്കിൽ പോകട്ടെ, ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ, പോന്നെങ്കിൽ പോക. ഇതല്ല
മാക്സിമം പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ കൊണ്ട് ചെയ്യുവാനുള്ളതിന്റെ മാക്സിമം ഞാൻ ചെയ്തു കർത്താവേ. ഇനി എനിക്കിത് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയത്തില്ല, ഇനി എനിക്കിത് കൊണ്ടുപോകാൻ കഴിയത്തില്ല, ഇനി എനിക്കിതിന് മുൻപോട്ട് എന്റെ ബുദ്ധി മുഴുവനും ഞാൻ പ്രയോഗിച്ചു കഴിഞ്ഞു, എന്റെ കഴിവ് മുഴുവൻ ഞാൻ പ്രയോഗിച്ചു കഴിഞ്ഞു. ഇതിലപ്പുറം ഇനി ഒരു കാര്യം എനിക്ക് ചെയ്യുവാനില്ല. പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചെയ്യുന്നു. അതിന്റെ ബാക്കി എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ്. അതുകൊണ്ടല്ലേ മിരിയാമിനെ അവിടെ മാറ്റി നിർത്തിയത്. പ്രവചനം ഇങ്ങനെ പറയുന്നല്ലോ, യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ മൗനമായിരിക്കരുത്. യെരൂശലേമിനെ യഥാസ്ഥാനമാക്കുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം നിങ്ങൾ മൗനമായിരിക്കരുത്. പെട്ടകമുണ്ടാക്കി ഹല്ലേലൂയ കിലുംബശേക്ക് തേച്ച് വെള്ളത്തിൽ കൊണ്ടുവച്ചിട്ട് ഓടിപ്പോരുകയായിരുന്നില്ല. ഹല്ലേലൂയ. അവൻ മിര്യാമിനെ ദൂരെ മാറ്റി നിർത്തിയിരുന്നു. എന്ത് സംഭവിച്ചെന്ന് നോക്കേണ്ടതിനോ അവൻ ഒരു ഏലിയാവിനെ നമുക്കറിയാം. കർമ്മേലിൽ വലിയ തീറങ്ങി. ഹല്ലേലൂയ. 850 പ്രവാചകന്മാരെ വെട്ടിക്കൊന്നു. ദൈവം ആരെന്ന് തെളിച്ചു കഴിഞ്ഞു. പക്ഷേ വിടുതൽ പൂർണ്ണമായിട്ടില്ല, വിടുതൽ പൂർണ്ണമായിട്ടില്ല. ക്ഷാമം മാറിയിട്ടില്ല, വരൾച്ച മാറിയിട്ടില്ല, മഴ പെയ്തിട്ടില്ല. കാരണം മഴ പെയ്ക്കുന്ന ദൈവം ആരെന്ന് അവിടെ തെളിയിക്കേണ്ടത്. തീറങ്ങിയ ദൈവത്തെ അവിടെ കണ്ടു. ഇനി മഴ പെയ്തിട്ടില്ല. യേശുവിന്റെ പകൽക്കാലം ചില വിടുതലുകൾ, ചില അനുഗ്രഹങ്ങൾ, ചില പ്രാർത്ഥനയുടെ മറുപടി നമ്മൾ 2024 കണ്ടു. പ്രിയമുള്ളവരെ, പ്രതീക്ഷിക്കാതെ അനുഗ്രഹങ്ങൾ, നന്മകൾ, വിടുതലുകളൊക്കെ നാം കണ്ടു. എങ്കിലും നമുക്ക് മടങ്ങിപ്പോകാൻ സമയമായിട്ടില്ല. ഓ കർമ്മേലിൽ തന്നെ അവിടെ നിന്ന് വിട്ടിറങ്ങാതെ, ആ പ്രാർത്ഥനാ മുറി വിട്ടിറങ്ങാതെ, ആ പ്രാർത്ഥനാ പായ് വിട്ടിറങ്ങാതെ, ആ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ സന്നിധാനം മുട്ടുമടക്കൽ വിട്ടുമാറാതെ ഹല്ലേലൂയ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന പ്രതീക്ഷയോടുകൂടി ഓരോ പ്രാവശ്യവും മലയിലാണ്. കർമ്മേൽ എന്ന് പറഞ്ഞ മലമുകളാണ്. അവിടെ നിന്നും ഹല്ലേലൂയ സമുദ്രത്തിലേക്ക് പോകാൻ നമുക്കറിയാം. സമുദ്രം ഒരിക്കലും മലമുകളിലല്ലോ, അത് സമുദ്ര തീരമാണല്ലോ, ഹല്ലേലൂയ സമതലമാണല്ലോ. ആ താഴേക്ക് ഓടിച്ചു വിടുകയാ. അടുത്തു പോകാത്തൊരു പ്രാർത്ഥന. മിനിസ്ട്രീസിനെ നോക്കി ഞാൻ പറയട്ടെ, ഒരു മടുത്തു പോകാത്ത പ്രാർത്ഥന, ഒരു പ്രതീക്ഷയോടുകൂടിയ പ്രാർത്ഥന, ഒരു പ്രത്യാശയോടുകൂടിയ പ്രാർത്ഥന. ഓരോ പ്രാവശ്യവും കടന്നു വരുമ്പോൾ അവൻ പോസിറ്റീവ് ഒരു മറുപടി അല്ല കേൾക്കുന്നത്. പ്രാർത്ഥിച്ച അബ്രഹാമിനെ പോലെ, പ്രാർത്ഥിച്ച സെക്കര്യാവിനെ പോലെ ഓരോ പ്രാവശ്യവും നെഗറ്റീവ് റിപ്ലൈ ആ കേൾക്കുന്നതെങ്കിലും തിരുവനന്തപുരം നമുക്കറിയാം. 7 എന്ന് പറയുന്നത് തിരുവനന്തപുരം പൂർണ്ണതയുടെ സംഖ്യയാണല്ലോ. തിരുവനന്തപുരം പൂർണ്ണതയുടെ സംഖ്യ. ഹല്ലേലൂയ. 6ാം പ്രാവശ്യം പോയി വരുമ്പോഴും ഇല്ല എന്ന് തന്നെയാണ് കേട്ടത്. പക്ഷെ പ്രാർത്ഥിക്കുന്ന ദൈവവേദന എനിക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. യെസ്, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഷൂഡാരാമനഘടകസി 1, 2, 3, 4, 5, 6 എന്റെ വിഷയമല്ല. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം വരെ ഞാൻ അവിടെ തന്നെ ഇരിക്കും. ഒരു കനാന്യ സ്ത്രീ നമുക്ക് ഉദാഹരണമാ. ഇന്ന് പകൽക്കാലം എനിക്കറിയില്ല, തലമുറയോട് ബന്ധപ്പെട്ട് പരിശുദ്ധ ശക്തമായി ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ച് മടുത്തു പോകരുത്, പ്രാർത്ഥിച്ച് ഉപേക്ഷിക്കരുത്, പ്രാർത്ഥിച്ച് തള്ളിക്കളയരുത്. ഏത് തലമുറയെ നോക്കി നീ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്? കനാന്യ സ്ത്രീ നിന്നതുപോലെ. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു കനാന്യ സ്ത്രീ നമുക്ക് കാണാൻ കഴിയും. ആ കനാന്യ സ്ത്രീ നിന്നതുപോലെ നിന്നെടുത്ത് തന്നെ നീ നിൽക്കണം. ഹല്ലേലൂയ. ബാക്കി എന്തെല്ലാം സാഹചര്യം മാറിയാലും, നീ എന്തെല്ലാം പേരോടെ കേൾക്കേണ്ടി വന്നാലും, നീ എന്തെല്ലാം പ്രതികൂലോട് ഉണ്ടായെന്ന് പറഞ്ഞാലും, ഏതെല്ലാം ഹല്ലേലൂയ നിന്നയുടെ വാക്കോ, തിരസ്കരണത്തിന്റെ വാക്കോ, അല്ല ഉപേക്ഷയുടെ വാക്കോ, കളിയാക്കളുടെ വാക്കോ, നമുക്ക് ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ നാം കേട്ടാലും ഹല്ലേലൂയ അവിടെ നിന്ന് മാറിപ്പോകരുത്, അവിടെ നിന്ന് മാറിപ്പോകരുത്. അവിടെ തന്നെ നിന്നവൾക്ക് വേണ്ടി യേശു കർത്താവ് അവളെ പരിഹസിക്കുകയായിരുന്നില്ല. യേശു കർത്താവ് അവളെ പരിശോധിക്കുകയായിരുന്നു. യേശു കർത്താവ് അവളെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. അവളുടെ വിശ്വാസത്തെ പരിശോധന. പകൽക്കാലം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയെന്ന് അറിഞ്ഞുകൊള്ളണം. അതിനകത്തൊരു അപൂർവ കാര്യം ഒന്നുകൂടി എന്ന് വെച്ച് ആരും അതിശയിച്ചു പോകരുത്. അവിടെ നിൽക്കുവാൻ കഴിയുമെങ്കിൽ ആർക്ക് വിടുതൽ ലഭിച്ചോ ഇല്ല എന്റെ വിഷയമല്ല, എനിക്കൊരു വിടുതൽ ഉണ്ടെന്ന് പറഞ്ഞ, എനിക്കൊരു വിടുതൽ എന്റെ കർത്താവിന്റെ പക്കൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പിടിച്ചു നിന്നവൾക്ക് വേണ്ടി അത്ഭുതകരമായ ഒരു വിടുതൽ. അവൾ ഏത് വിടുതൽ ആഗ്രഹിച്ച യേശുവൾക്ക് ഒരു വിടുതൽ കൊടുത്തതായി അവിടെ വായിക്കുന്നില്ല. പ്രിയമുള്ളവരെ,
യേശുവിന്റെ അത്ഭുതങ്ങളിലെല്ലാം യേശുവാണ് പറഞ്ഞത്. അമ്മയ്ക്ക് കുരുടനോടും ചെകിടനോടും ഊമനോടും കുഷ്ഠരോഗിയോടും ഭൂതബാധയോടും ഒക്കെ ദൈവം യേശുവ പറഞ്ഞ് നീ സൗഖ്യമാകാ, തുറന്നു വരിക, എഴുന്നേറ്റ് വരിക, ഹല്ലേലൂയ, ബന്ധന വഴി, ഇതല്ല യേശുവാ പറഞ്ഞത്. പക്ഷേ ഇവിടെ യേശു ഒരു വാക്കും പറഞ്ഞില്ല. യേശു അവരുടെ നാവിൽ അധികാരം കൊടുത്തിട്ട് പറയാ, ഒരു ദൈവിക അധികാരം എന്ന പകൽക്കാലം അവൻ ഈ മീറ്റിംഗിൽ പകരപ്പെടുകയാ. യേശുവിന്റെ നാമം സ്വീകരിക്കുക. യേശു ഒരു അധികാരം കൊടുക്കുകയായിരുന്നു. എത്ര പേർക്ക് അധികാരം വേണം? വിടുതൽ വേണോ? അധികാരം വേണോ? ആമേൻ. ചോദിക്കുന്നു ആത്മാവ് നമ്മോട്, വിടുതൽ വേണോ? അത് അധികാരം വേണോ? റമാന ശംദന രഗതന അധികാരം വേണമെങ്കിൽ കാനാന്യ സ്ത്രീ നിന്നതുപോലെ നിനക്ക് നിൽക്കേണ്ടി വരും. റീബന ശംദന റബനഗടഗസി റീഖബറബറബറഗടഗ ഷൗഡമനഗടഗദരദരദരദര ലീബനഗടഗദരഗ ശംദുര. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. നിന്റെ വിശ്വാസം പോലെ, നീ പറയുന്നത് പോലെ നിന്റെ മകൾക്ക് ഇന്ന് മകൾക്ക് നീ വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ പറയുന്നത് പോലെ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ. ആമോസിന്റെ വചനമുണ്ടല്ലോ, അമ്മ നിങ്ങൾ തിന്മയെ ഉപേക്ഷിച്ച് നന്മ സ്വീകരിക്കുമെങ്കിൽ, ഹല്ലേലൂയ, യഹോവയായ ദൈവം നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. പ്രിയ ജിസിസ്റ്റേ, ദൈവം ശക്തമായി ഇടപെടുന്നു. ചില വ്യത്യാസങ്ങൾ വരികയാ, ശുശ്രൂഷ തരങ്ങളിൽ വ്യത്യാസങ്ങൾ വരികയാ, ജീവിതങ്ങളെ ഈ മീറ്റിംഗിന്റെ മുഖച്ഛായ മാറുകയാ. ഈ പ്രയർ ലൈനിന്റെ മുഖച്ഛായ മാറുകയാ. ശബനഘടകദന റീഖമനഘടകദന ദിവിനിഘടകദന ഹത്തുനിയ റബലഘടകദന ഷാൽബനഘടകദന അധികാരത്തിന്റെ അധികാരത്തിലേക്ക് ദൈവജനത്തെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. കേൾക്കുന്ന ദൈവജനം എല്ലാവരും ഒരുമിച്ച് ഏറ്റെടുത്താണ്ട് എന്റെ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ മാറുകയല്ല, എന്റെ ആത്മീക നിലവാരങ്ങൾക്ക് എന്റെ ഒരു മാറ്റം തരാൻ പോകുകയാണ്. ഞാൻ ഇതുവരെ തരണേ എന്ന് പറയുന്ന അവസ്ഥയ്ക്കകത്തു നിന്നും ചില കൽപ്പനകളിലേക്ക്, ചില അധികാരങ്ങളിലേക്ക് സ്വർഗമനെ എടുത്തുപയോഗിക്കാൻ പോകുകയാണ്. ശാലാമ റഖാബ ശാംദരാദരാസിയരബ. ഹല്ലേലൂയ. ഒന്ന് നിൽക്കുവാൻ കഴിയുമെങ്കിൽ എന്റെ ദൈവം നമുക്ക് വേണ്ടി നിൽക്കുന്ന ദൈവമാ. അതുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ. എനിക്ക് യോഖേബദിനെ കുറിച്ച് പറയാനുള്ളത്, എനിക്കൊരു വാഗ്ദത്തമുണ്ട്. എന്റെ കുഞ്ഞിന് ഡിവൈൻ ബ്യൂട്ടി ഉണ്ട്. ഇത് നശിക്കുവാനുള്ളതല്ല, ഇത് തകരുവാനുള്ളതല്ല. അതിനു വേണ്ടി ഏതറ്റം വരെ എനിക്ക് ചെയ്യാൻ കഴിയുമോ ആ അറ്റം വരെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ ഇഖാബോധ് നമുക്കൊരു നമുക്കൊരു ഉദാഹരണമാണ്. ഹല്ലേലൂയ. നമുക്കൊരു വെല്ലുവിളിയായി നിൽക്കുന്നു. ഇന്ന് പകൽക്ക് നമുക്ക് നമ്മെ തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നിൽക്കുവാൻ കഴിയുമെങ്കിൽ, നശിച്ചു പോകുന്ന അനേകായിരങ്ങളെ നടുവിൽ നിന്നുകൊണ്ട് അനേകായിരങ്ങളെ രക്ഷിക്കേണ്ട അനേകം മോശമാരെ എന്നിലൂടെ, നമ്മൾ ഓരോരുത്തരിലൂടെ ഹല്ലേലൂയ പുറത്തെടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കാരണം അവൻ നമ്മെ കണ്ടത് ജാതികൾക്ക് ഒരു മാതാവായിട്ടാ. ഹല്ലേലൂയ. ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദാനമായി തന്നിട്ടുണ്ട്. അവര് മാത്രമല്ല എന്റെ കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. അനേകം കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ ദത്തെടുത്തുകൊണ്ട്, ഹല്ലേലൂയ, റീഖബറവ അനേകം കുഞ്ഞുങ്ങളുടെ മാതാവായി അനേകരുടെ വിടുതലുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയും എന്റെ കണ്ണുകൊണ്ട് അനേകം വിടുതലുകളെ കാണാൻ പോകുക. അനേകം മോശമാർ പുറത്തു വരുന്നത് ഞാൻ കാണാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും, ഞാൻ അനേകം മോശമാരെ പുറത്തു വരുന്നത് കാണാൻ പോകുകയാണ്. ഒരു മോശയിലൂടെ ലക്ഷങ്ങളാണ് പുറത്തു വന്നത്. ഹല്ലേലൂയ. ഒരു മോശയിലൂടെ ലക്ഷങ്ങളാ പുറത്തു വന്നത്. ഇന്ന് പകൽക്കാലം എഴുന്നേൽപ്പാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, ഈ മാസങ്ങളായി ഞങ്ങൾ ചിന്തിക്കുന്ന വചനമാണ് യെശയ്യാപ്രവചനം 60-ാം അധ്യായം. അതിന്റെ വാക്യം ഇങ്ങനെയുണ്ട്, കുറഞ്ഞവരായിരവും ചെറിയവൻ മഹാജാതിയുമായി തീരുമെന്ന്. ഹല്ലേലൂയ. കുറഞ്ഞവനായിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും. ഒരു പ്രിയ സിസ്റ്ററെ, നമ്മളിലൂടെ ഒരു മോശ പുറത്തു വന്നാലുണ്ടല്ലോ, ആ മോശയിലൂടെ വെളിപ്പെടാൻ പോകുന്നത് ആയിരങ്ങളാണ് വിടുവിക്കപ്പെടാൻ പോകുന്നത്. അവൻ എത്ര പേർക്ക് വിശ്വസിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ചില മോശമാർ എന്നിലൂടെ പുറത്തു വരേണ്ടതിന് ഞാൻ ചിലത് വില കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ ജീവൻ പോകുമായിരിക്കാം, ഒരുപക്ഷെ എന്ത് സംഭവിക്കാമായിരിക്കാം. പക്ഷേ ഞാൻ ഭയപ്പെടുന്നില്ല, കാരണം എനിക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ഉറപ്പിലൊന്ന് നിൽക്കുവാൻ കഴിയുമെങ്കിൽ എന്റെ ദൈവത്തിന് നമ്മളെ വിടുവിപ്പാൻ കഴിയും. ഇങ്ങനെ നിൽക്കുന്ന ആരുണ്ടോ അവർക്ക് വേണ്ടിയുള്ള വചനമാണ്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരിക ഇല്ല. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ മുൻപോട്ട് പോകാം. ഹല്ലേലൂയ.
അമൻ മധ്യസ്ഥത അണയ്ക്കുന്ന ഹല്ലേലൂയ അമൻ ഒരു കൂട്ടം ജനത്തെ നോക്കിക്കൊണ്ട് കർത്താവിന് പറയുവാനുള്ളത് ഹല്ലേലൂയ, നീ മധ്യസ്ഥതയോടെ കർത്താവിന് മുമ്പിൽ നിൽക്കുമെങ്കിൽ ഹല്ലേലൂയ അങ്ങനെ ഉള്ളവരെ തകർക്കുവാൻ അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്നവനെ ഹല്ലേലൂയ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ് പറയുന്നത്, വാഗ്ദത്വവും നിയോഗവും ഉള്ളവന് വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് പ്രാർത്ഥിച്ച് ആത്മാവിൽ പോരാടി നിൽക്കുന്നവന്റെ മുൻപിൽ ഒന്നും അടുത്തു വരികയില്ല. നിനക്കെതിരെ ആയുധങ്ങൾ ഉണ്ടാക്കാം, നിനക്കെതിരെ ഏത് പ്രതിസന്ധി ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അത് നിന്നോട് എന്നോട് അടുത്ത് വരികയില്ല. അടുത്തത് ഹല്ലേലൂയ, പക്ഷപാതം ചെയ്യുന്നവർ, ഇടിവിൽ നിൽക്കുന്നവർ. ഹല്ലേലൂയ, സമയത്തിന്റെ കുറവുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, യെഹെസ്കേലിന്റെ പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ 6 പുരുഷന്മാരോട് ക്ഷണവസ്ത്രം ധരിച്ചവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു മഷിക്കുപ്പി എടുക്കണം. ഈ മഷിക്കുപ്പി എന്തിനെന്നറിയാമോ? അവൻ ദേശത്തിന്റെ മ്ലേച്ഛത നിമിത്തം, ദേശത്തിന്റെ അപകടങ്ങളെ കണ്ടിട്ട്, ദേശത്തിന്റെ അപാകതകളെ കണ്ടിട്ട് ഇടിവിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഹല്ലേലൂയ, പക്ഷെ ഉണ്ടല്ലോ ഒരു വലിയൊരു അനർത്ഥം നടക്കാൻ പോകുകയാ, ഒരു വലിയ നാശം സംഭവിക്കാൻ പോകുകയാ. പക്ഷെ അതിന്റെ നടുവിൽ ഈ ഇടിവിൽ നിൽക്കുന്ന ജനത്തിന്റെ മുൻപിൽ പോയിട്ട് ഈ മഷിക്കുപ്പി മായ്ച്ചു എന്നിട്ട് അവരുടെ നെറ്റിമേൽ ഒരു അടയാളം വെക്കണം. ഹല്ലേലൂയ, ശമനഘടകസിയ ആത്മാവിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറയാൻ കഴിയാം, പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിന് മുൻപാകെ നിലവിളിക്കുവാനും കരയുവാനും ഞാനും നീയും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, അതാരെങ്കിലും എന്തെങ്കിലും ശമ്പളം തരുമെന്ന് വിചാരിച്ചിട്ടല്ല, ആരെങ്കിലും എന്തെങ്കിലും എനിക്കൊരു മാന്യത തരുമെന്ന് വിചാരിച്ചിട്ടല്ല, വിസ തരുമെന്ന് വിചാരിച്ചിട്ടല്ല, അവൻ എന്റെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും പഠിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, യാതൊരു ലാഭേച്ഛകളും ഇല്ലാതെ കർത്താവ് എന്നെ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടിയാണ്, കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണെന്ന തിരിച്ചറിവോടെ കർത്താവ് എന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയാണ്, ഇതെന്റെ ഡ്യൂട്ടിയാണ്, ഇതെന്റെ കടമയാണ്, അവൻ ഇതിനു വേണ്ടി ദൈവം എന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ആരെങ്കിലും നമുക്കറിയാം, യെഹെസ്കേലിന്റെ കാലം അറിയാം, പ്രവാസത്തിൽ കഴിയുന്ന കാലമാ. പ്രവാസം എന്ന് പറയുമ്പോൾ ഒരിക്കലും അനുകൂലമായ സാഹചര്യമല്ല, സ്വന്തമായിട്ടെന്ന് പറയാൻ ഒന്നുമില്ല. അടിമത്വവും കഷ്ടതയും പ്രയാസവും വേദനയും ദുഃഖവും നെടുവീർപ്പും ഒക്കെ മാത്രമേ ഉള്ളൂ. അവൻ ഇതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കുന്നു ഒന്നും അറിയത്തില്ലെങ്കിലും അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് അവൻ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, ജനത്തിനു വേണ്ടി കഷ്ടാതെ ഹല്ലേലൂയ മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു കൂട്ടം ജനത്തെ ആരും കണ്ടില്ലെങ്കിലും കാണുന്ന ഒരു കർത്താവുണ്ട്. ഒരു പക്ഷേ ആരും എന്നെ കാണുന്നില്ലല്ലോ, ആരും എന്നെ അത് അറിയുന്നില്ലല്ലോ, അവൻ എന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസമില്ലല്ലോ. ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനേകരുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട്, അനേകരുടെ നന്മകൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നു, പക്ഷേ എന്റെ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ഇതുവരെ വന്നില്ലല്ലോ എന്നാരുടെയെങ്കിലും ഹൃദയത്തിന് ഒരു ഭാരമുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഒരു അപ്പോയിന്റഡ് ടൈം ഉണ്ട്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി വരുമ്പോൾ, ആർക്കും സഹായിപ്പാൻ കഴിയാതെ എല്ലാവരും ഒരുപോലെ നശിച്ചു പോകേണ്ടതായി വരുന്നതായ ഒരു പ്രത്യേക സന്ദർഭം വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ മറക്കത്തില്ല. ഓ റിബാന ശംദൽ ഖമനഗസി, എന്നെയും നിങ്ങളെ അവൻ മറന്നു കളയുന്ന ദൈവമല്ല. ഓ അവൻ അടയാളമിട്ട് ഹല്ലേലൂയ. പകൽക്കാലം ആത്മാവ് പറയുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അടയാളങ്ങൾ ഇടുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഏതൊരു സംഹാരകൻ അവിടെ വന്നാലും അല്ലെങ്കിൽ സംഹാരകന്റെ കണ്ണിൽ പെടാതെ, സംഹാരത്തിനകത്ത് പെട്ടുപോകാതെ നിന്നെ കാത്തു സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയിട്ട്, ഓ ഞാൻ വചനം ഒന്നും കൂടെ പറയട്ടെ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴുമ്പോൾ നീ കർത്താവിന് വേണ്ടി നിന്ന വ്യക്തിയാണെങ്കിൽ അവൻ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, രാജ്യങ്ങളുടെ വിടുതലിന് വേണ്ടി, ജാതികളുടെ വിടുതലുകൾക്ക് വേണ്ടി, തലമുറകളുടെ വിടുതലുകൾക്ക് വേണ്ടി ഇടിവിൽ നിന്നാം ദേശത്തിന്റെ മ്ലേച്ഛത കണ്ടിട്ട്, ദേശത്തിന്റെ പ്രയാസങ്ങളെ കണ്ടിട്ട്, അനാത്മീയതകളെ കണ്ടിട്ട്, ശൂന്യാവസ്ഥകളെ കണ്ടിട്ട് ഹല്ലേലൂയ നെഹമ്യാവൊക്കെ കരഞ്ഞതുപോലെ കരയുകയും നിലവിളിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് നീ ഒരുങ്ങുകയും ചെയ്ത വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ നിന്റെ നെറ്റിമേൽ ഒരു ഹല്ലേലൂയ മഷിക്കുപ്പി കൊണ്ടുവന്ന ഒരു അടയാളമിടും. നശിച്ചു പോയവരുടെ കൂട്ടത്തിൽ ദൈവം നിന്നെ ഉൾപ്പെടുത്തുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വചനത്തിൽ കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്തൊരു ധൈര്യം ഉണ്ടാകണം. അല്ല, എന്റെ ജീവിതം എനിക്ക് ഇതുവരെ അങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ എന്റെ കാര്യം മാത്രമായിരുന്നെങ്കിൽ ഈ പ്രാർത്ഥനയോട് നമുക്കൊന്ന് തിരിഞ്ഞു വരാം. കർത്താവേ, എനിക്ക് ഹല്ലേലൂയ എന്റെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ചില മേഖലകളിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ അറിയാത്ത, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ ആരോഗ്യമില്ലാത്ത, പ്രാർത്ഥനയുടെ വെളിപ്പാടിൽ
ലഭിച്ചിട്ടില്ലാത്ത ഒരു വലിയ സമൂഹം കിടപ്പുണ്ട്. എന്റെ കുടുംബത്തിലുണ്ട്, എന്റെ സൊസൈറ്റിയിലുണ്ട്, എന്റെ ബന്ധുമിത്രാദികളിലുണ്ട്. അവരാരും ഈ ദൈവത്തെ ഇന്ന് വരെയും കണ്ടുമുട്ടിയിട്ടില്ല. ഈ ദൈവത്തെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവർക്ക് അറിയത്തു പോലുമില്ല. പക്ഷേ അപ്പാ, ഞാൻ ഇന്ന് പകൽക്കാലം അവർക്കൊക്കെ ഇന്ന് പകരമായി നിന്നുകൊണ്ട് കർത്താവേ, നിന്റെ മുൻപാകെ ഇടിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ വരാൻ പോകുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് പ്രതികൂലമാണെങ്കിലും അതിനകത്ത് വീണുപോകുവാൻ, അതിനകത്ത് നഷ്ടപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം. ഒരു ലോത്തിനു വേണ്ടി, സഹോദരപുത്രന് വേണ്ടി ഇടിവിൽ നിന്നൊരു അബ്രഹാം. മോശയെ നമുക്കറിയാം, ഹല്ലേലൂയ, ലക്ഷ്യങ്ങൾ അവൻ പിറുപിറുക്കുന്ന, മത്സരിക്കുന്ന, ശാഠ്യമുള്ള, ഷഠതയുള്ള, ദുഷ്ടഹൃദയമോ റിബനഘടക ശംദനാദിമനഘടകസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അവർ അവിശ്വാസികളല്ല. ആമേൻ. അവർ മിസ്രയീമിന്റെ അടിമത്തിൽ നിന്നും, പെസഹ കുഞ്ഞാടിന്റെ ചോരത്തളിയിൽ നിന്നും, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ രക്ഷിക്കപ്പെട്ട ജനമാ, ചെങ്കടൽ കടന്ന ജനമാ, അതായത് സ്നാനപ്പെട്ട ജനമാ. ആമേൻ. മരുഭൂമിയിൽ വന്ന് മന്ന ഭക്ഷിക്കുന്ന ജനമാ. ആമേൻ. ദൈവത്തിന്റെ ഭോജനമായ അഭിഷേകത്തിന്റെ ശക്തിയെ അനുഭവിക്കുന്ന ജനമാ. പക്ഷെ ആ ജനം ഇപ്പോൾ ദൈവത്തെ വിട്ട് പിന്മാറി, ആമേൻ, പരിഹാസികളായി, ആമേൻ, ഹല്ലേലൂയ, പിന്മാറ്റക്കാരായി, പിറുപിറുപ്പുകാരായി, ഹൃദയത്തിനകത്ത് ശാഠ്യമുള്ളവരായി കിടക്കുമ്പോൾ എത്ര പേര് ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കും, കർത്താവേ, ഞാൻ മോശയെ പോലെ ഒന്ന് ഇടിവിൽ നിൽക്കുവാൻ എന്നെ തന്നെ ഞാൻ വിട്ടുതരികയാ. അമേൻ. വചനം വാക്കി നമുക്കറിയാം, 40 പകലും 40 രാവും മോശ ദൈവത്തിന് ഭാഗത്ത് വീണ് കിടന്ന കാരണം എന്താ അറിയാം? ഈ ജനം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഈ ജനം നശിച്ചു പോകാതിരിക്കേണ്ടതിന്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൂരെ എത്ര പേർ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയും? ദൈവത്തിന്റെ കർത്താവിന് ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട, ഹല്ലേലൂയ, ചെറിയ സംഭവമല്ല. ആമേൻ. ഏറ്റവും വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട ആത്മലോകം, ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട ജനം, സ്നാനപ്പെട്ട ജനം, പരിശുദ്ധർമ്മവിഷയം പ്രാപിച്ച ജനം ഈ നാളുകളിൽ പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്മാറ്റക്കാരായി കടന്നു പോകുമ്പോൾ, അവൻ ശാഠ്യമുള്ളവരായി, ദുശാഠ്യമുള്ളവരായി, കോപമുള്ളവരായി, പരിഹാസികളായി, പരസ്പരം ചെളിവാരി എറിയുന്നവരായി, അവൻ വാക്കുകൊണ്ട് കൊല്ലുന്നവരായി, വാക്കുകൊണ്ട് നശിപ്പിക്കുന്നവരായി ഓടുമ്പോൾ പകൽക്കാലം ഹല്ലേലൂയ തീരുമാനമെടുക്കാമോ? കർത്താവേ, ഞാൻ വീണ് കിടക്കുകയാ. എന്നെ അതിനു വേണ്ടി ദൈവം കണ്ടിരിക്കുകയാ. എന്റെ ദൈവം അതിനു വേണ്ടി കണ്ടിരിക്കുകയാ. എന്റെ ദൈവം അതിനു വേണ്ടി കണ്ടിരിക്കുക. വീണു കിടക്കേണ്ടതിന്, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, തലമുറയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. ഈ ജനം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഈ ജനം നശിച്ചു പോകാതിരിക്കേണ്ടതിന്. ആമേൻ. നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ 100% ശരിയാണ്. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ജനം പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന, വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, വിശുദ്ധ സ്ഥലത്ത് അശുദ്ധി നിലനിൽക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, റബനക ലോകം ദൈവസഭയ്ക്കകത്ത് കയറി നിൽക്കുന്ന സമയത്ത്, പ്രൗഢമാനക ശൈഡമാന ദൈവിക ദർശനങ്ങളെ, ദൈവിക വെളിപ്പാടുകളെ, ദൈവത്തിന്റെ മർമ്മങ്ങളെ, ദൈവിക സത്യങ്ങളെ ഹല്ലേലൂയ കാറ്റിൽ പറത്തിക്കൊണ്ട്, ആമേൻ, ബിസിനസ് പോലെ യേശു കർത്താവ് പറഞ്ഞതുപോലെ എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പക്ഷെ ഇപ്പോൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുകയാ. എന്റെ ആലയം സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം, പക്ഷെ ഇപ്പോൾ അത് ബിസിനസ് സെന്ററായി മാറിയിരിക്കുകയാ. യേശു കർത്താവ് അത് കണ്ടിട്ട് അടങ്ങിയിരുന്നില്ല. റമനഘടക ശംദനാധിപനഘടകസി. ആമേൻ. നഷ്ടപ്പെട്ടു പോകുന്നതിനെ കണ്ടിട്ട് ഒരു വേദനയോടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ? നമുക്കൊന്നേ ചെയ്യുവാനുള്ളൂ. മോശ കവിണ് വീണതുപോലെ ദൈവത്തിന് മുൻപാകെ കവിണ് വീഴുവാൻ ഇടയാകുമെങ്കിൽ എന്റെ ദൈവം ചിലതിനെ വിടുവിപ്പാൻ സർവശക്തനായ ദൈവമാ. അങ്ങനെ കവിണ് വീഴുന്ന നിന്നെ ഒരു ദൂട്ടനും തൊടുവാൻ എന്റെ ദൈവം വിട്ട് കൊടുക്കത്തില്ല. ആമേൻ. അങ്ങനെ വീട് കിടക്കുന്ന നിനക്ക് വേണ്ടി, അങ്ങനെ വീണ് കിടക്കുന്ന നിനക്ക് വേണ്ടി നിന്റെ തലമുറയോ നിന്റെ നന്മകളെ ഒന്നിനെ പോലും തൊടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. റമനഘടക ശംദര. ഏതെല്ലാം പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിക്കകത്തൊന്നും ഒതുങ്ങി പോകുവാൻ എന്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ.
അവൻ മൂന്നാമത്തെ ഹല്ലേലൂയ ദൈവം തന്നെ ഒരു ദൂത് ഇങ്ങനെയാണ് എഴുതിയത്. ദൈവത്തിന്റെ പക്ഷം നിന്ന് ദൈവത്തിന് വേണ്ടി പ്രതികൂലങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് തന്റെ ജനത്തിന് വേണ്ടി നിൽക്കുവാൻ. ഹല്ലേലൂയ. ഒരു ലേവി ഗോത്രം ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തിന് വിരോധമായി ഹല്ലേലൂയ അത് പാപം ചെയ്തപ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരെന്ന് ചോദിച്ചപ്പോൾ വേറൊന്നും നോക്കാതെ യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിന്നു. ആര്? ലേവി. ലേവി അപ്പനാൽ ശപിക്കപ്പെട്ടവനാണ്. അപ്പനാൽ ശപിക്കപ്പെട്ടവൻ. അഹോ ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുമ്പോൾ നിന്റെ പാരമ്പര്യമായി നിൽക്കുന്ന ശാപങ്ങൾ എന്റെ കർത്താവ് എടുത്തു മാറ്റുകയാ. നിന്റെ ജീവിതത്തിൽ നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ കൂടെ ആരും വരരുത്, നിന്റെ പ്രാർത്ഥനയ്ക്കോ നിന്റെ മീറ്റിങ്ങുകൾക്കോ നിന്റെ അടുത്തോ ആരും വരത്തില്ലെന്ന് പറഞ്ഞ് എന്നേക്കും ഒരു ശാപം വച്ചു കെട്ടിയിട്ടാണ് അപ്പൻ പോയത്. പക്ഷേ ഹല്ലേലൂയ ഒരവസരം ലഭിച്ചപ്പോൾ ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുവാൻ തയ്യാറായ ലേവി ആ ഒറ്റ തീരുമാനം കൊണ്ട് എന്ന പകൽക്കാലം ചില പാരമ്പര്യ ശാപങ്ങളെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, പിതാക്കന്മാർ ചില തെറ്റുകൾ നിമിത്തം അല്ല താൻ ചെയ്ത തെറ്റുകൾ നിമിത്തം ചില ശാപങ്ങൾ എന്റെ മേൽ ഭരിക്കപ്പെടുന്നുണ്ട്, ചില ശാപങ്ങൾ അധീനനാണ്, ചില ശാപങ്ങൾ എനിക്ക് ഇതുവരെ വിമുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏതെങ്കിലും ഭയം നിങ്ങളെ അലട്ടുന്നു എങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തിനോട് മാറി നിൽക്കണം. നാടോടുമ്പോൾ നടുകെ ഓടാതെ, അവൻ ഒഴുക്കിനനുസരിച്ച് നീന്താതെ എല്ലാവരും ചെയ്യുന്നെങ്കിൽ ഞാനും ചെയ്തേക്കാം എന്നല്ല, യഹോവയുടെ പക്ഷം പറഞ്ഞു മാറി നിൽക്കുവാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ അവിടെ എന്ത് സംഭവിക്കാമെന്നാൽ അവൻ മാറി നിന്നവന് വേണ്ടി ഒരു ദോഷവും വരുത്താതെ 3000 പേരോടെ പട്ടു വീണപ്പോൾ ലേവി ഗോത്ര ദൈവം അനുഗ്രഹിക്കുക മാത്രമല്ല ദൈവം തന്റെ ഇടത്തോടുകൂടി ആ ലേവിയോട് പറഞ്ഞു, ഞാനാണ് നിന്റെ പോർഷൻ, ഞാനാണ് നിന്റെ അവകാശം. ഹല്ലേലൂയ. നിനക്ക് നിന്റെ അവകാശം ഈ ലോകത്തിന്റെ ഒരു മലയോ കുന്നോ താഴ്വരയോ നദിയോ ഒന്നുമല്ല, ഞാനാണ് നിന്റെ അവകാശം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഒരു അവകാശം നിനക്ക് അവകാശമായി ലഭിച്ചില്ല എങ്കിലും ലഭിക്കുന്നില്ല എങ്കിലും ഞാൻ നിന്റെ അവകാശമായി മാറുകയാ. ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നവന് ദൈവം നിന്റെ അവകാശമായി മാറാൻ പോകുകയാ. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ ലേവി ഉൾപ്പെട്ടില്ല. ലേവിയെ വിടുവിക്കുക മാത്രമല്ല നാളെ കാലങ്ങളിലെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ലേവി ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്തു. ഈ ലേവി ഗോത്രത്തിനെതിരെയുള്ള മത്സരങ്ങളെ പരിഹരിപ്പാൻ ദൈവം വേറെ ഒരു ഗോത്രക്കാരെ ഏൽപ്പിച്ചില്ല. രൂപനെ ഏൽപ്പിച്ചില്ല, ശിമയെ ഏൽപ്പിച്ചില്ല, ജോസഫിനെ ഏൽപ്പിച്ചില്ല, ആരെയും ഏൽപ്പിച്ചില്ല. ദൈവം ഏൽപ്പിച്ചത് ദൈവം തന്നെയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒരു മടിയെ തളിർപ്പിച്ച് കിളിർപ്പിച്ച് അവൻ ഫലം കായ്പിച്ച് ദൈവം തെളിയിച്ചു കൊടുത്തു. മത്സരങ്ങൾക്ക് ദൈവം ഒരു അടയാളമാക്കി വെച്ചു കൊടുത്തു. എന്നേക്കുമായിട്ടുള്ള ആ പൗരോഹിത്യത്തെ അവരുടെ മുമ്പിൽ തെളിയിച്ചിട്ട് ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നവനെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എന്റെ ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി മാറി നിൽക്കേണ്ടവനെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എന്റെ ദൈവത്തിനാണ്. എന്റെ ദൈവം അത് ചെയ്തിരിക്കും. എന്നേക്കുമായി വായ അടയ്ക്കുമാറ് പിന്നീട് ആരും ഒരു വാക്ക് പോലും ചോദിക്കാത്ത വിധത്തിൽ എന്നേക്കും ചില ചോദ്യങ്ങളെ നിർത്തൽ ചെയ്യുന്നു. ദൈവത്തിന് ആത്മാവ് പറയുന്നു. ശുഭനഘടക ശബ്ദരാധനാധരക പ്രവൃത്തി ദോഷം കൊണ്ട് ഒരു വേശ്യ എന്നറിയപ്പെട്ടവളായിരുന്നു. അവൻ ആ പേരിനാൽ അലങ്കരിക്കപ്പെട്ടവളായിരുന്നു. അവൻ ആ പേരിനാൽ വിശ്വവിഖ്യാതമായപ്പെട്ടവളായിരുന്നു രാഹാബ്. ആരും ആ ഒരു പേരിന്റെ കൂടെ അങ്ങനെ ഒരു ടൈറ്റിൽ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തിരുവചനം അവളെ ആ പേരിലാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. എന്നാൽ ഹല്ലേലൂയ അവളുടെ ജീവിതത്തിലും ഒരവസരം ലഭിച്ചു. ഞാൻ ആത്മാവിൽ പറഞ്ഞുകൊള്ളട്ടെ, ഏതൊരു വ്യക്തിയുടെ മുൻപിലും എപ്പോഴെങ്കിലും ഒരവസരം കൊടുക്കുന്നതിന് എന്റെ ദൈവം ലോകം ഒരിക്കലും ഒരവസരവും കൊടുക്കാതെ മാറ്റി നിർത്തുമ്പോഴും ഹല്ലേലൂയ നിന്നെ അറിയുന്ന, നിന്റെ ഹൃദയത്തെ അറിയുന്ന അവൻ അവളൊരു ക്രിസ്ത്യാനി, അവളൊരു ദൈവ പൈതലല്ല, അവളെ എബ്രായ സ്ത്രീ അല്ല. ഹല്ലേലൂയ അവൾ യെരിഹോ നാട്ടുകാരിയാണ്. പക്ഷേ അവള് ഈ ദൈവത്തെ കുറിച്ചൊന്ന് കേട്ടിട്ടുണ്ട്. കേട്ട അറിവിൽ നിന്നുകൊണ്ട് അവൾ അവളുടെ സ്ഥലത്തെ രാജാവായ യെരിഹോ രാജാവിനെ കാട്ടിലും എന്റെ ദൈവത്തെ ഒന്ന് ഭയപ്പെടുവാൻ തയ്യാറായത് നിമിത്തമായി ഹല്ലേലൂയ അവൻ എത്രയോ ഭക്തമതികളായ സ്ത്രീ രത്നങ്ങൾ ഹല്ലേലൂയ അവൻ പഴയ നിയമത്തിൽ ചരിത്രത്തിന്റെ ഓരോ ഏടുകളിലും ആയിരക്കണക്കിന് സഹോദരിമാരെ എടുക്കാം. സാറായി എടുക്കാം, റിബേക്ക എടുക്കാം, റാഹേലിനെ എടുക്കാം, ഹന്നായെ എടുക്കാം. അങ്ങനെ എത്ര 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 സുന്ദരിമാരായ എത്രയോ വിവേകവതികളായ അബീഗയിലൊക്കെ ഉണ്ട്. അവരെ ആരെയും ഹല്ലേലൂയ
ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതേ യേശു കർത്താവിന്റെ വംശാവലി എഴുതിയപ്പോൾ എഴുതിയില്ല, വിശ്വാസ വീരന്മാരുടെ പട്ടിക എഴുതിയപ്പോൾ വേറെ ആരുടെയും പേര് അവിടെ എഴുതി ചേർത്തില്ല. ഈ രാഹാബിന്റെ പേര് അവിടെ എഴുതുവാൻ പരിശുദ്ധാത്മാവ് മറന്നില്ല എങ്കിൽ എരിഹോ മതിലിനകത്ത് അവിടെ കിടന്ന ജനം മുഴുവനും നശിച്ചു തീർന്നപ്പോൾ ഈ രാഹാബിന് വേണ്ടി മാത്രം, അവൾക്ക് വേണ്ടി മാത്രമല്ല, അവിടെ സകല കുടുംബത്തിനും വേണ്ടി ഒരു രക്ഷയെ കൊടുത്തൊരു കർത്താവ്. നമ്മുടെ കുറിവാക്യം മറക്കരുത്. മാമൻ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരവസരം ദൈവം എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞ റിബനഘടക ശംദൽ പ്രൗഢമാനഗസ്യ ഒന്ന് നിൽക്കുവാൻ കഴിയുമെങ്കിൽ നിന്റെ പേര് നീ ഉദ്ദേശിക്കാത്ത ചില ഇടങ്ങളിൽ റിബര സ്വർണ്ണ ലിപികളിൽ എഴുതുമാരുടെ ദൈവത്തിനെ ചേർത്ത് നിർത്തുവാനുണ്ട്. റമനഘടക ശൗഡമനഘടകസ്യ ചില ഉന്നതന്മാരുടെ പട്ടികകളിൽ, ഉന്നതന്മാരുടെ ലിസ്റ്റിൽ അമേൻ എന്റെയും നിന്റെയും പേര് ചേർത്ത് വായിക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ശമനഘടകധനക ശംധര വിദ്യാഭ്യാസം കൊണ്ടല്ല, കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല, മാന്യത കൊണ്ടല്ല, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ സ്വന്തം ലാഭം നോക്കാതെ, സ്വന്തം ജീവൻ നോക്കാതെ എന്റെ ദൈവമാണ് വലുത്, ഈ ലോകത്തിലെ രാജാവിനേക്കാൾ, ഞാൻ നിൽക്കുന്ന എന്റെ സ്വന്തം രാജ്യത്തിലെ രാജാവിനേക്കാളും വലുത് എന്റെ ദൈവമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിനോട് മാറി നിമിത്തമായി അവളും അവളുടെ വീട്ടുകാരും കുടുംബം മുഴുവനും ആ സംഹാരത്തിൽ പെട്ടുപോകാതെ വിടുവിക്കുക മാത്രമല്ല, നാളുകളിലേക്ക് ഒരു പേരും കൂടെ ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദി. ഇന്ന് പകൽക്കാലം നാം ചെയ്യുന്ന ഒരു കാര്യങ്ങളും താൽക്കാലിക വിടുതലിന് വേണ്ടി മാത്രമല്ല പ്രിയമുള്ളവരെ. ഇരിക്കുന്നത്, ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഈ പറയുന്നത് ഒന്നും താൽക്കാലികമായ ഇന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇന്നത്തെ വിടുതലിന് വേണ്ടി മാത്രമല്ല. നിന്റെ തലമുറകളിലേക്ക് നാളെ നീ മരിച്ചാൽ പോലും നിന്റെ പേര് നിലനിൽക്കത്തക്ക വിധത്തിൽ ചില ശ്രേഷ്ഠന്മാരുടെ പട്ടികകളിൽ എന്റെയും നിന്റെയും പേരിനെ ചേർത്ത് വായിക്കത്തക്ക വിധത്തിൽ യോഗ്യത കൊണ്ടല്ല രാഹാബിനെ മാനിച്ചൊരു ദൈവം നമ്മെ മാനിക്കുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ശമനഘടകസി റീഖമാനവരഘടക ഒത്തിരി പേരുടെ കാര്യം പറയാം. ജോഷി നമുക്കറിയാം, കാലേബിനെ അറിയാം. ഹല്ലേലൂയ. ബാക്കി 10 പേരും അവിശ്വാസം പറഞ്ഞ് ഹല്ലേലൂയ മാറ്റി നിർത്തിയപ്പോൾ വേറെ ആർക്കും കയറുവാൻ കഴിഞ്ഞില്ല. ലക്ഷങ്ങൾ അവിടുന്ന് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഈ 2 പേർക്ക് മാത്രമേ കനാൻ നാട്ടിൽ കാൽ ചവിട്ടുവാൻ കഴിഞ്ഞുള്ളൂ. ഒരു പക്ഷേ എത്ര പേര് സ്വർഗത്തിൽ പോകുമോ പോകത്തില്ല എന്നുള്ളത് എനിക്ക് വിഷയമല്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ചോദ്യം അതല്ലേ, അവരൊക്കെ സ്വർഗത്തിൽ പോകുമോ, ഇവരൊക്കെ സ്വർഗത്തിൽ പോകുമോ, അയ്യോ അവരൊക്കെ അങ്ങനെയല്ലേ, ഇവരൊക്കെ അങ്ങനെയല്ലേ. എനിക്കത് അറിയേണ്ട കാര്യമില്ല. എനിക്ക് ദൈവത്തോടൊന്ന് ചേർന്ന് നിൽപ്പാൻ ഞാൻ കഴിയുമെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഞാൻ തീരുമാനം എടുക്കുമെങ്കിൽ, അവൻ കനാൻ നാട്ടിൽ കൊണ്ടെത്തിക്കാമെന്നൊരു വാഗ്ദത്തം അവൻ എനിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ബാക്കി 10 പേര് പോയോ പോയില്ലേ എന്റെ വിഷയമല്ല. ദൈവത്തോട് ചേർന്ന് നിന്ന ലക്ഷങ്ങൾ മരുഭൂമി നഷ്ടപ്പെട്ടു, അതിന്റെ വിഷയമല്ല. പലപ്പോഴും നമ്മുടെ പേടിയതല്ല, അയ്യോ സ്വർഗത്തിൽ പോകാൻ കഴിയുമോ, കർത്താവിനെ വരെ എടുക്കപ്പെടാൻ കഴിയുമോ, എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും, ഇത്രയും പാപപങ്കിലമായ, ഇത്രയും പ്രതിസന്ധി നിറഞ്ഞ, ഇത്രയും പ്രതികൂലം നിറഞ്ഞ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ സ്വർഗത്തിൽ പോകും? നോ, ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമെങ്കിൽ, ശത്രുവിനെ വലുതായി പറയാതെ, പ്രതികൂലത്തെ വലുതായി പറയാതെ, പ്രതിസന്ധിയെ വലുതായി പറയാതെ, ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പ്രസാദമെനിലുണ്ടെങ്കിൽ ഞാൻ ആ ദേശം കൈവശമാക്കും. കാരണം സ്വർഗം തരാമെന്ന് പറഞ്ഞ ദൈവനെ വിളിച്ചത്. ഹല്ലേലൂയ. ശബരേശ്വരൻ, നിങ്ങൾ കലങ്ങി പോകരുത്. എന്നിൽ വിശ്വസിപ്പിൻ, എന്റെ പിതാവിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ സ്ഥലത്ത് അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാനത് ഒരുക്കുവാൻ പോയിരിക്കുക. ഞാൻ ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞ അല്ല. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ അവൻ രണ്ടാമതും വരും എന്നെ ചേർക്കുവാൻ. അവൻ ആകാശ മേഘങ്ങളിൽ വേഗത്തിൽ വെളിപ്പെടാൻ പോകുന്നതായതുകൊണ്ട് സ്വർഗത്തെ കുറിച്ചുള്ള ഭയമല്ല വേണ്ടത്, സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷമാണ് നമുക്ക് വേണ്ടത്. കാരണം ജോഷുവയെ പോലെ, കാലേബിനെ പോലെ ദൈവത്തിന്റെ സൈഡിലേക്ക് ഒന്ന് മാറി നിൽക്കുന്നു എങ്കിൽ, ആയിരങ്ങൾ പോയില്ലെങ്കിലും, ആയിരങ്ങളുടെ പട്ടുപോയാലും, അവൻ ഉന്നതന്മാർ പലരും മുൻപന്മാർ പലരും പിൻപന്മാരായി പോയാലും എനിക്കതിനകത്ത് വിഷമമില്ല, എനിക്കതിനകത്ത് പ്രയാസമില്ല. എന്റെ ദൈവത്തിന്റെ വരവിൽ ഞാൻ എടുക്കപ്പെടും. ഹല്ലേലൂയ. ഞാൻ യോശുവയുടെ സ്ഥാനത്ത്, ഒരു കാലേബിന്റെ സ്ഥാനത്ത്. കാരണം എനിക്കൊരു അവകാശമുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു അവകാശമുണ്ട്. ആർക്കും തട്ടിയെടുക്കുവാൻ കഴിയാത്ത, ആർക്കും എന്നെ പിടിച്ചുകൊണ്ടുപോകാൻ കഴിയാത്ത, കവർന്ന്
കവർന്നെടുക്കും. പക്ഷെ ലോകത്തിലെ പലരും കവർന്നു കൊണ്ടുപോകും. പക്ഷേ ആർക്കും എടുത്തുകൊണ്ട് വരാൻ കഴിയാത്ത അവൻ ഞാൻ പ്രാപിക്കും നിശ്ചയമാണ്. ആ സന്തോഷം എടുത്തു കളയുവാൻ ആർക്കും കഴിയുകയില്ല. ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത ഒരു സ്വർഗീയ സന്തോഷം തരുന്നതിന് വേണ്ടി ആ പ്രിയമുള്ളവരെ അവൻ നമ്മെ വിളിച്ച് വേർതിരിച്ച് അവൻ മിസ്രയീമിന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലിൽ നിന്ന് താവേ സ്നാനത്തിനെ കൂടെ നമ്മളെ നടത്തി ഈ പ്രയാണ യാത്രയിൽ വേണ്ടിയതെല്ലാം വേണ്ടും പോലെ സമയാസമയത്ത് നടത്തുന്നത് മരുഭൂമിയെ കൊന്നുകളയാനല്ല, അമ്മെ കനാൻ നാട്ടിൽ കൊണ്ടെത്തിക്കുവാൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ജോഷുവെ പോലെ കാലേബിനെ പോലെ നമുക്കൊന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നമുക്ക് ഒരു കാര്യം വേഗത്തിലും പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ. ഇരമ്യാവിനെ കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ. ദൈവത്താൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ വിളിച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് കർത്താവിന് വേണ്ടി കണ്ട പ്രവാചകനാ. ഹല്ലേലൂയ. അവൻ പ്രവാചകനായി ഹല്ലേലൂയ തീരുവാൻ ആഗ്രഹിച്ചല്ല, ദൈവം അവനെ അഭിഷേകം ചെയ്തതാ, ദൈവം അവനെ അപ്പോയിന്റ്മെന്റ് ചെയ്തതാ. പക്ഷേ അവൻ പ്രവചിക്കുമ്പോൾ അവൻ ആദ്യമെല്ലാം മഹാപുരോഹിതന്മാരും മറ്റ് പ്രവാചകന്മാരും എതിരാണ്. ഹല്ലേലൂയ. അവൻ രാജാവിനെതിരാണ്. അവൻ യഹോയാക്കീൻ രാജാവ് എതിരാ, അവൻ പുരോഹിതന്മാർ എതിരാ. ഹല്ലേലൂയ. പക്ഷേ ദൈവം പറയുന്നതിന് അനുസരിച്ച് അല്ലാതെ ഒരു വാക്ക് പോലും മാറ്റി പറയത്തില്ല. ഒരു വാക്ക് പോലും മാറ്റി പറയാതെ നീ രാജാവോ ആരെല്ലാം എന്തെല്ലാം പ്രതികൂലമായി വന്നാലും ദൈവം പറഞ്ഞതിൽ നിന്നും ഒരു വാക്ക് പോലും മാറ്റി പറയാതെ ദൈവത്തിന് വേണ്ടി നിന്നവനായിരുന്നു അവൻ ഇരമ്യാവ് പ്രവചിച്ചത്. ഇരമ്യാവിന്റെ കൺമുമ്പിൽ കണ്ടു ആ രാജ്യത്തെ ഹല്ലേലൂയ നെബൂഖദ്നേസർ വന്ന് കൽദേർ വന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി കുലീനന്മാരെയൊക്കെ കൊന്നുകളഞ്ഞ് അവൻ എല്ലാ നഷ്ടം ഉണ്ടാക്കിയെങ്കിലും അവൻ അതിന്റെ നടുവിൽ അവൻ കൊണ്ടുപോകാൻ വരുന്ന നെബൂഖദ്നേസർ ഹല്ലേലൂയ ശത്രു രാജാവ് നെബൂഖദ്നേസർ തന്റെ പടനായകനായ നെബൂസറദാനോട് പറഞ്ഞു, ആമേൻ, യിരെമ്യാവിനൊരു ദോഷവും വരുത്തരുത്, യിരെമ്യാവിനൊരു ദോഷം വരുത്തരുത്. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന നിനക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി നിൽക്കുന്ന നിനക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന നിനക്ക് വേണ്ടി അവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തെന്ന് പറഞ്ഞ് കുടുംബത്തിനകത്ത് അവൻ ദൈവസഭയ്ക്കകത്ത് സമൂഹത്തിനകത്ത് സത്യത്തെ മനസ്സിലാക്കി ദൈവം എന്ത് പറയുന്നു അല്ല വചനത്തിന് വേണ്ടി നിൽക്കുന്ന എന്റെയും നിന്റെയും ജീവിതത്തിൽ നീ ഏതെല്ലാം നാശം എവിടെയെല്ലാം സംഭവിച്ചാലും അതൊന്നും അടുത്തു വരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു പക്ഷേ ഹല്ലേലൂയ കുഴിക്കകത്തിട്ടെന്ന് വരാം, മുറ്റത്തിനകത്ത് ഹല്ലേലൂയ അടച്ചെന്ന് വരാം, അവൻ ചെളിക്കുഴിക്കകത്ത് ഇട്ടെന്ന് വരാം. ഹല്ലേലൂയ. പക്ഷെ അവിടെ നിന്നും വിടുവിപ്പാന്റെ ദൈവത്തിന് കഴിയും. 3-4 പേര് ചേർന്ന് യിരെമ്യാവിനെ ചെളിക്കുഴിയിൽ ഇട്ടു എങ്കിലും ഒരു ഹല്ലേലൂയ ഏബദ്മേലെക്കിനെ ഒരുക്കിയിട്ട് ഒരു കൂശനായ ഏബദ്മേലെക്കിനെ ഒരുക്കി അവനെ 30 പേരെ കൊണ്ട് പിടിച്ച് പുറത്തിറക്കിച്ചെങ്കിൽ ആമേൻ ജീവനെ കൊള്ള കിട്ടിയതുപോലെ കൊടുത്തുകൊണ്ട് ആ നാട്ടിൽ, ആ നശിച്ചു പോകുന്ന നാട്ടിൽ, ആ നഷ്ടപ്പെട്ടു പോകുന്ന നാട്ടിൽ, എല്ലാവരും അടിമയായി പോകുന്ന നാട്ടിൽ, എല്ലാവർക്കും ദുഃഖം വരുന്ന നാട്ടിൽ, അതിന്റെ നടുവിലും ഒരു സന്തോഷം കൊണ്ട് ആമേൻ യിരെമ്യാവിനെ ദൈവം സന്തോഷിപ്പിച്ചുവെങ്കിൽ ആ യിരെമ്യാവിന് അനുകൂലമായ ഏബദ്മേലെക്കിനോട് യിരെമ്യാവ് പ്രവചിച്ചു, നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും, നിന്റെ ദേശത്ത് നടക്കുന്ന ഒരു ദോഷവും ഒരു നാശവും നിനക്ക് ഭവിക്കുകയില്ല. കേൾക്കുന്ന വചനയുടെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. നിങ്ങളായിരിക്കുന്ന ഏത് സിറ്റുവേഷനുമായിക്കൊള്ളട്ടെ, വാഗ്ദത്തത്തിന് വേണ്ടി ഒന്ന് മുറുകെ പിടിച്ചിരിപ്പാൻ കഴിയുമെങ്കിൽ, ദൈവ ശബ്ദത്തിന് മുറുകെ പിടിച്ചിരിപ്പാൻ കഴിയുമെങ്കിൽ, ദൈവ ശബ്ദത്തിന് എന്ത് പറയാം അതനുസരിച്ച് നിൽപ്പാൻ കഴിയുമെങ്കിൽ, ഒരു യഹോശാഫാത്തിനെ പോലെ, ഒരു ദാനിയേലിനെ പോലെ, ഒരു ഹബക്കൂക്കിനെ പോലെ ഹല്ലേലൂയ അത്തിവൃക്ഷം തളിർക്കത്തില്ല, മുന്തിരിവള്ളി ഫലം കാണത്തില്ല, ഗോശാലിൽ കന്നുകാലി കാണത്തില്ല, ഒന്നും കാണത്തില്ലെങ്കിലും എങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തിൽ ആനന്ദിക്കും, ദൈവത്തിൽ ഞാൻ പുകഴുമെന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നവരാണോ ഞാനും നിങ്ങൾ ഇന്ന് ഭയപ്പെടുന്നത് ഒന്നും അടുത്തു വരികയില്ല. നിനക്ക് നേരെ ഉണ്ടാക്കുന്ന ഓരായുധവും ഫലിക്കുകയില്ല. എന്റെ വശത്ത് 1000 പേരും എന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഇതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. തിരുവനന്തപുരം ഒരു 1000കണക്കിന് ഉദാഹരണം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ കഴിയുന്നാൽ എന്റെ സമയം ഇവിടെ തീർന്നത് കൊണ്ട് അല്പസമയം ഞാൻ മുൻപോട്ട് എടുത്തു. 17 മിനിറ്റോളം ഞാൻ മുൻപോട്ട് പോയതും എനിക്കറിയാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ഉറപ്പാകണം. ഹല്ലേലൂയ. ഒരു ധൈര്യമാകണം, ഒരു ബലമാകണം. ഞാൻ ആരാണ്? എന്റെ ദൈവം ആരാ? ഞാൻ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു? എന്റെ കർത്താവ് എന്നെ വിളിച്ചിട്ട് അവനെന്നെ കൈവിടുന്ന ദൈവമല്ല, ലോകത്തിൽ എന്ത് നടക്കുന്നതിന്റെ വിഷയമല്ല. പക്ഷെ എന്റെ ദൈവം എന്നെ അതിനകത്ത് നിന്നെല്ലാം വിടിവിപ്പാൻ ശക്തനായ ദൈവമോ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തു നിന്നും രക്ഷിപ്പാൻ നിന്റെ ദൈവം പ്രാപ്തനായോ എന്ന് നമ്മളെ ഓരോരുത്തരും നോക്കി ചില ശത്രുമണികൾ ചോദിക്കത്തക്ക വിധത്തിൽ ദൈവം ജീവനുള്ള ദൈവമെന്ന്, എന്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കത്തക്ക വിധത്തിൽ നമ്മെ തെളിയിക്കുന്ന ഒരു വർഷം ദൈവം നമ്മെ സഹായിക്കട്ടെ.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസിയോടും ടീമിനോടും ദൈവനാമത്തിൽ നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. ഞങ്ങളെ